കർത്താവ് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് ഈ 6ാമത്തെ മാസം നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനകളും ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തന്നു. വിശേഷാൽ ആലയത്തിലും ഓൺലൈനിലും കൂടെ നമ്മോടൊപ്പം വളരെ സമർപ്പണത്തോടെ പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കുന്ന എല്ലാവരെയും വിശേഷാൽ വന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരും ഐശ്വര്യമായിട്ട് കർത്താവ് മാനിക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനുടമസ്ഥനുമായ കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലും കുടുംബങ്ങളുടെ മേലും വർഷിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ദൈവവചനത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്തൃനാമത്തിൽ ശരണപ്പെടുന്നു. നാം ഇന്ന് രാത്രിയിലും നാം കുറിവാക്യം രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണല്ലോ നമ്മുടെ കുറിവാക്യം. ദയവായിട്ട് ഒരു പ്രാവശ്യം കൂടി ആ കുറിവാക്യം ഒന്ന് വായിച്ചു തരാമോ? ഞാൻ നിന്റെ ദാസിയായ രൂത്ത്, നിന്റെ പുതപ്പ് അടിയന്റെ മേലെ ഇടേണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. നമ്മുടെ സബ്ജക്റ്റ് പുതപ്പ് എന്ന സബ്ജക്റ്റാണ്. അത് നമ്മൾ ചിന്തിക്കുന്നത് നാളത്തെ വിശുദ്ധ സഭാരാധനയിൽ നമ്മൾ ആ വെളിപ്പാടിനെ കഴിയുന്നിടത്തോളം ആ ദൂത സ്വൈത്തമാക്കാൻ ശ്രമിക്കും. നാം ഇന്ന് രാവിലെ ചിന്തിച്ച വാക്യം മുതൽ 1-ാം അധ്യായം കയ്പിൻ്റെ അധ്യായമായിട്ട് നമുക്ക് ചിത്രീകരിക്കാം. ഒന്ന് എലീമേലേക്ക് മരിക്കുന്ന ഒരു രംഗം, 2 മഗ്ലോനും കില്ലിയോനും മരിക്കുന്ന രംഗം. മരണത്തിൻ്റെ ഒരു അധ്യായവും കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും പിറുപിറുപ്പിൻ്റെയും ഒരു അധ്യായമായിരുന്നു ആ രൂത്തിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം. നമുക്കറിയാം, അപ്പത്തിൻ്റെ വീട് നിന്നും മോബാബ് എന്ന അന്തരീക്ഷത്തിലേക്ക് കഠിന ഹൃദയമുള്ള മനസാക്ഷി മരവിക്കപ്പെട്ട ദേശത്തിലേക്ക് പോയ ഒരു കുടുംബത്തിൻ്റെ ചരിത്രമാണ് ഇവിടുത്തെ വിശേഷമായ ചരിത്രം. സ്തോത്രം. ഈ മോബാബിൽ അവർ പോകുമ്പോൾ ആ മോബാബിനകത്ത് ഒരു ദൈവമുണ്ട്. നമുക്കതൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് വരാം. വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. 1 Kings chapter 11 verse 7. 11-ന്റെ 7-ാമത്തെ വാക്യം. അന്ന് ശലോമോൻ യെരൂശലേമിന് എതിരെയുള്ള മലയിൽ മോവാബ്യരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോസ് മതി. മോബാബിനകത്തുണ്ടായ വിഗ്രഹത്തിന്റെ പേര് കെമോസ് എന്നാണ്. കെമോസ് എന്ന ആ പിശാചിന്റെ പേര് കീഴടക്കുന്നവനെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മറക്കരുത്. ഞാൻ അതുകൊണ്ട് രാവിലെ പറഞ്ഞ വാക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ വെളിപ്പാടിനെ ശുശ്രൂഷിക്കാൻ പോകുന്ന വാക്ക്. മോബാബിൽ വ്യാപരിക്കുന്ന പിശാചിന്റെ പേരിനെ കുറിച്ച് പറയുന്ന മ്ലേച്ഛ ശക്തിയായ മ്ലേച്ഛ വിഗ്രഹമായ കെമോസ് എന്ന ശക്തിയാണ്. കെമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം കീഴടക്കുന്നവനെന്നാണ്. എന്ന് പറഞ്ഞാൽ ഉയർന്നു വരുന്നവരെ മുഴുവനും, പൊങ്ങി വരുന്നവരെ മുഴുവനും, നേട്ടം പ്രാപിപ്പാൻ ഉള്ളവരെ മുഴുവനും കീഴടക്കി അതിനെ അടിമയാക്കി വെച്ചുകൊണ്ട് ഒരു കാരണവശാലും പുഷ്ടി ഉള്ളവരാരും പൊങ്ങി വരരുത്. വാഗ്ദത്തം ഉള്ളവരാരും നന്മ വരരുത്. നോക്കണം, അപ്പത്തിന്റെ വീട്ടിൽ വളർച്ചയുണ്ടായിരുന്നു, അപ്പത്തിന്റെ വീട്ടിൽ ശ്രേഷ്ഠതയുണ്ടായിരുന്നു, അപ്പത്തിന്റെ വീട്ടിൽ നന്മയുണ്ടായിരുന്നു. ആ സമൃദ്ധിയും ശ്രേഷ്ഠതകളും കൂട്ടായ്മയും വിട്ടുകൊണ്ട് ഈ എലിമേലേക്ക് നവോമി, മഗ്ലോൻ, കില്ലിയോന് കീഴടക്കുന്നവൻ വ്യാപരിക്കുന്ന കെമോസ് വ്യാപാരമുള്ള ആ മ്ലേച്ഛ ദൈവങ്ങൾ കൊണ്ട് വാഴുന്ന ആ ദേശത്തിലേക്ക് പോയപ്പോൾ വാഗ്ദത്തമുള്ള കുടുംബത്തെ കീഴടക്കുന്ന കെമോസ് വാഴാൻ തുടങ്ങി. ഞാൻ ആ വാക്കിന് ഒരു പ്രാവശ്യം സ്ഥാപിപ്പാൻ തക്കവണ്ണം സംഖ്യാപുസ്തകം 21-ാം അധ്യായം 29-ാമത്തെ വാക്യം കൂടെ, ആ 21-ന്റെ 29-ാമത്തെ വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 21 verses 29 പ്ലീസ്. മോവാബേ നിനക്ക് ഹാ കഷ്ടം, മോവാബേ നിനക്ക് ഹാ കഷ്ടം. കെമോഷിന്റെ ജനമേ, കെമോസിന്റെ ജനമേ നീ മുടിഞ്ഞിരിക്കുന്നു. ഓർത്തോടി വാക്ക് ജീസേ ഒന്നു വായിച്ചോ. മോവാബേ മോവാബേ നിനക്ക് ഹാ കഷ്ടം. നിനക്ക് ഹാ കഷ്ടം എന്ന വാക്ക്
കെമോശിന്റെ ജനമേ നീ മുടിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അതിനൊന്ന് വ്യാഖ്യാനിച്ച്, നമ്മൾ കഴിഞ്ഞ രാവിലെ മുതൽ ഇന്നും രാവിലെയും ഒക്കെ നമ്മൾ ആ വാക്ക് ധ്യാനിച്ചു വന്ന വിഷയമാണ്. കെമോസ് എന്ന് പറയുമ്പോൾ അറിയാം, കീഴടക്കുന്നതാകുന്നു. അപ്പൊ അവിടെ പറയുന്നു, ആമേ മോബാബിയ ജനമേ നിനക്ക് കഷ്ടം. അപ്പോൾ തന്നെ ആ കെമോസിന്റെ അണ്ടറിൽ താമസിക്കുന്നവരെ നിങ്ങൾ മുടിഞ്ഞിരിക്കുന്നു പറയുമ്പോൾ, ഇന്താവലെ മുടിക്കുന്ന പിശാച് വാഴുന്ന സ്ഥലമാണ്. ആമേ മോബാബ് തകർക്കുന്ന പിശാചാണ്, നശിപ്പിക്കുന്ന പിശാചാണ്, ഉടയ്ക്കുന്ന പിശാചാണ്. ഇന്ന് രാത്രിയിൽ ഈ ദൂത് കേൾക്കുന്ന ദൈവമക്കളുടെ പരിശുദ്ധാത്മ പറയാം, നമ്മെ മുടിക്കുന്ന ഒരു കെമോശിന് ശക്തി, നമ്മെ കീഴടക്കുന്ന കെമോ ശക്തി, നമ്മെ ഉടയ്ക്കുന്ന കെമോ ശക്തിയെ അടിച്ചമർത്തി ജയമെടുക്കാനാണ് ഈ ഉപവാസ പ്രാർത്ഥന ദൈവം നമുക്ക് തന്നിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചു പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവഹിതമില്ലാത്തിടത്ത് സഞ്ചരിച്ചു കഴിഞ്ഞാൽ, വാക്തത്വമുള്ള നമ്മൾ ദൈവഹിതമില്ലാത്തിടത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പരാജയങ്ങളാണ് വരുന്ന പരാജയം. സ്തോത്രം. ഇനി അതിൻ്റെ ഒരു ആരംഭം കൂടി ഒന്ന് പഠിച്ചിട്ട് നമുക്കിതിലേക്ക് വരാം. വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 37-ാമത്തെ വാക്യം. ആദിയാഗമം 19-ാം അധ്യായം 37. ജനസ് ചാപ്റ്റർ 90 വേഴ്സസ് 37 പ്ലീസ്. മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു, അവന് മോവാബ് എന്ന് പേരിട്ടു. മൂത്തവൾ ഒരു മകനെ പ്രസവിച്ചു, അവന് മോവാബ്. ആരാ മൂത്തത്? ലോത്തിന്റെ മൂത്ത പുത്രി. ആ പുത്രി പ്രസവിച്ച കുഞ്ഞിന്റെ പേര് മോബാബ് എന്നാണ്. അപ്പോൾ മോബാബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പാപം കൊണ്ട് പൊതിയപ്പെട്ട എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ വിട്ടുപോയ അബ്രഹാം ഹെബ്രോനിൽ കൂട്ടായ്മയായി ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് വളർന്നു വന്നപ്പോൾ മറ്റൊരു ഭാഗത്ത് കൂട്ടായ്മ വിട്ട് സോദോമിലേക്ക് പോയ ലോത്തിന്റെ മൂത്ത മകൾ ജനിപ്പിച്ച പ്രസവിച്ച കുഞ്ഞിന്റെ പേരാണ് മോബാബ്. ഒന്നുകൂടി പറഞ്ഞാൽ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയ, കുടുംബത്തിനകത്ത് ശാപം ഏറ്റുവാങ്ങിയ ഒരു ഗ്രഹമാണ് മോബാബിയർ. അങ്ങനെയെങ്കിൽ ആ മോബാബിനെ കുറിച്ച് പറയുന്നു, അവർ മുടിയുന്ന തലമുറ. മോബാബ് ദേശത്ത് വാഴുന്ന പിശാചിനെ പറ്റി പറയുന്നു. കെമോഷ് എന്ന വാക്കാണ്. കെമോഷ് എന്ന വാക്കിന്റെ അർത്ഥം കീഴടക്കുന്നവൻ എന്നാണ്. അല്പം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മോഷ്ടിക്കുന്നവൻ, അറുക്കുന്നവൻ, മുടിക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ പേര് പറയത്തക്കവണ്ണമുള്ള ആ അന്തരീക്ഷം വെളിപ്പെട്ട് വരുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥന രണ്ടാമത്തെ രാത്രിയിൽ കരമടിച്ച് ആത്മാവിൽ പറയാം, എന്നെ കീഴടക്കുന്ന പിശാചിന്റെ നാട്ടിൽ ഞാൻ വാഴാൻ പാടില്ല. എന്നെ മുടിക്കുന്ന പിശാചിന്റെ നാട്ടിൽ ഞാൻ വാഴാൻ പാടില്ല. എന്നെ നശിപ്പിക്കുന്ന പിശാചിന്റെ നാട്ടിൽ ഞാൻ വാഴാൻ പാടില്ല. എന്നെ തകർക്കുന്ന പിശാചിന്റെ നാട്ടിൽ വാഴാൻ പാടില്ല. അതിന്റെ നടുവിൽ ഒന്നുകൊണ്ട് അപ്പത്തിന് വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ല എങ്കിൽ ഇനിയും മരണം സംഭവിക്കുക, ഇനിയും നാശം സംഭവിക്കും. ഞാനൊരു പ്രാവശ്യം കൂടെ ദൈവമക്കളോട് ആ ദൂതനെ ഒന്ന് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നിങ്ങൾ എലിമേക്ക് കൊന്നതാരാ? കെമോസ്. മഗ്ലോനെ കൊന്നതാതാ? കെമോസ്. പറ, കില്ലിയോനെ കൊന്നതാതാ? കെമോസ്. അങ്ങനെയെങ്കിൽ അപ്പനെയും രണ്ട് മക്കളെ തകർത്തത് മുഴുവനും ഒരു പ്രാവശ്യം കൂടി പറയാ, പുരുഷ പ്രജകളെ നോട്ടം ചെയ്ത് നശിപ്പിച്ച പിശാചിന്റെ പേരാണ് കെമോസ്. അതുകൊണ്ടാണ് നമ്പേഴ്സ് ചാപ്റ്റർ 21:29 വാക്കാണ്, ആ മോബാബേ നിനക്ക് കഷ്ടം, കെമോസിന്റെ അണ്ടറിൽ താമസിക്കുന്നവരെ നിനക്ക് നാശം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, ഏതെങ്കിലും കെമോസ് നമ്മുടെ കുടുംബത്തിൽ വാഴുന്നുവെങ്കിൽ, പുരുഷ പ്രജകളെ പുരുഷന്മാരെ നോട്ടമിട്ട് വാഴുന്ന കെമോസിന്റെ മോബാബ് ശക്തിയെ ഇന്ന് രാത്രി ആത്മനിയോഗം പ്രാപിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ കരം തട്ടിപ്പോ എന്റെ തലമുറയെ തൊടാൻ പാടില്ല, എന്റെ കുടുംബത്തെ തകർക്കാൻ പാടില്ല, എന്റെ പുരുഷനെ തൊടാൻ പാടില്ല, എന്റെ കുഞ്ഞുങ്ങളെ തൊടാൻ പാടില്ല. അവൻ നിനക്കും എനിക്കും തമ്മിൽ ഒരു സംസർഗമില്ല എന്ന് പറഞ്ഞ സാത്താനോട് വ്യക്തി ദൂരെ കളഞ്ഞു ജയമെടുത്ത് പോകാൻ ആത്മനിയോഗം പ്രാപിച്ചവർ ആരാധിച്ച് ജയമെടുക്കട്ടെ. Praise God.
ഞാൻ ഒന്നുകൂടി ആത്മാവിൽ ആവർത്തിച്ച് പറയാം. ഇന്നലെ ആവർത്തിച്ചതാണെങ്കിലും ഞാൻ ക്ഷമിക്കണം. നിങ്ങൾക്ക് അത് അല്പം കൂടി ആഴമായി മനസ്സിലാക്കാൻ റിപ്പീറ്റേഷൻ ഞാൻ ഒന്നുകൂടി എടുക്കുന്നത് മാത്രമാണ്. നമ്മുടെ ആരാധനാലയത്തിൻ്റെ മാഹാത്മ്യം അറിയണമെങ്കിൽ മറ്റൊരു ആലയത്തിലേക്ക് പോകണം. ബെത്ലേഹേമിന്റെ ശ്രേഷ്ഠത അറിയണമെങ്കിൽ മോവാബിലോ അമോൻ ദേശത്തോ പോകണം. ആമേ ബേതേലിന്റെ ശ്രേഷ്ഠത അറിയണമെങ്കിൽ ആമേ നാം മിസ്രൈമിലോട്ട് പോകണം. കനാന്റെ നന്മ അറിയണമെങ്കിൽ ആമേ നമ്മൾ ഏതെങ്കിലും ശത്രുവിന്റെ രാജ്യത്ത് പ്രവേശിക്കണം. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാ, ദൈവ സാന്നിധ്യം അനുഭവിച്ചിട്ട് ആ ദൈവ സാന്നിധ്യത്തിന് മുമ്പാകെ അവൻ നിന്നില്ല എങ്കിൽ മറ്റൊരിടത്തിലേക്ക് പോയാൽ അതിന്റെ പരാജയം എന്തെന്ന് അത് നാം തന്നെ തിരിച്ചറിയേണ്ടി വരും. മനസ്സിലായിക്കോണം. കെമോസ് മോവാബിൽ കിടക്കുന്ന മ്ലേച്ഛ വിഗ്രഹം. അപ്പോൾ ഓർത്തോണച്ചാ, സോദോമിൽ എന്താ? മ്ലേച്ഛ ജാതികൾ. സ്ത്രീകൾ തമ്മിലും പുരുഷന്മാർ തമ്മിലും ആമേ ദൈവഹിതമില്ലാത്ത ആമേ നാച്ചുറൽ സിസ്റ്റത്തിൽ പോലെ ഡിസോർഡർ സംഭവിക്കുന്ന ഏറ്റവും പാപം ചെയ്യുന്ന ദേശത്തിൻ്റെ പേരിൻ്റെ ശക്തിയുടെ പേരാകുന്നു മ്ലേച്ഛ വിഗ്രഹമായ കെമോസ്. സ്തോത്രം. ബെത്ലേഹേമിൽ പള്ളിയുണ്ട്, അല്ല ആലയമുണ്ട്. ബെത്ലേഹേമിനകത്ത് ആമേ പുരോഹിതന്മാരുണ്ട്. ബെത്ലേഹേമിനകത്ത് ആരാധിക്കുന്ന ദൈവമുണ്ട്. ബെത്ലേഹേമിനകത്ത് കൂട്ടായ്മ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സമൃദ്ധിയിൽ മാത്രം ജീവിച്ച ആത്മീക സമൃദ്ധിയും ഭൗതിക സമൃദ്ധിയും ആമേ പബ്ലിക് കോമൺ ബന്ധങ്ങളും നല്ല ആമേ സൊസൈറ്റിക്കകത്ത് നന്നായി ജീവിച്ചു വന്ന ഈ ആമേ എലിമലേക്കും ഈ നവോമി മഗ്ലോനും കില്ലിയോനും ദൈവത്തിന്റെ ഹിതമില്ലാത്ത മ്ലേച്ഛ വിഗ്രഹം താമസിക്കുന്ന കെമോസിന്റെ ദേശത്തേക്ക് പോയപ്പോൾ അവർക്ക് ഗുണമല്ല ഉണ്ടായത്, ദോഷമാണ് ഉണ്ടായത്. സ്തോത്രം. ഞാൻ അവിടെ ആവർത്തിച്ചാൽ അവിടെ നിൽക്കേണ്ടി വരും. ഞാൻ ചാടി രണ്ടാമധ്യായത്തിലേക്കാണ് എനിക്ക് വരേണ്ട മേഖല. അപ്പോൾ അങ്ങനെ 20-ാമത്തെ വാക്യം രാവിലെ ചിന്തിച്ചു. ഒരു പ്രാവശ്യം കൊണ്ട് പറയുന്നു, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കല്ലേ. എന്താ നവോമി എന്ന വാക്കിന്റെ അർത്ഥം? മധുരമെന്നും ആനന്ദമെന്നാണ്. അപ്പോൾ അമ്മാവ പറയാണ്, എൻ്റെ തലമുറയെ കെമോസ് എന്ന പിശാച് കൊന്നു. എൻ്റെ കുടുംബത്തെ കൈപ്പാക്കി മാറ്റിയത് ഈ കെമോസ് എന്ന പിശാചാണ്. അതുകൊണ്ട് എന്നെ കൈപ്പാക്കി വിട്ടിരിക്കുന്ന ദേശത്ത് ഇനി നിങ്ങൾ എന്നെ മധുരമെന്ന് പറയരുത്, ഞാൻ കൈപ്പായി പോയി. 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ബെത്ലേഹേമിൽ നിന്നും നിറഞ്ഞവളായിട്ട് മോവാബിൽ പോയി. ആ നിറഞ്ഞവളായി പോയ എന്നെ മോവാബിന്റെ കെമോസ് പിശാച് എന്നെ നിറഞ്ഞവളായി പോയ എന്നെ ഒന്നുമില്ലാത്ത ചണ്ടിയാക്കി ഒന്നുമില്ലാതാക്കി ഒഴിഞ്ഞവളാക്കി എന്നെ മടക്കി അയച്ചു. ഈ രാത്രി ഞാൻ ഒരു ആത്മാവിൽ വാക്ക് പറയാ, തമ്പുരാന്റെ ഹിതമില്ലാത്തിടത്ത് പോയ നിറവിനെ മൊത്തം ഒഴിഞ്ഞവരാക്കി മാറ്റാൻ ഇന്ന് രാത്രി ദൈവസന്നിധി വന്നാൽ ഒഴിഞ്ഞവരെ മൊത്തം നിറയ്ക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ പദ്ധതി. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് അതിനെ ഒന്നുകൂടി ആവർത്തിക്കാൻ തക്കണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 വാക്യം. എഫേസ്യ ചാപ്റ്റർ 1 വേഴ്സ് 22 and 23 എന്ന് തോന്നുന്നു. അവസാന 2 വാക്യം. എഫേസ്യ 1-ന്റെ അവസാനത്തെ 2 വാക്യം വായിച്ചോ. എല്ലാറ്റിന്റെയും നിറവായിരിക്കുന്ന സർവ്വം അവന് കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന് നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. എന്റെ യേശു, നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം സഭയെയും സഭയ്ക്കകത്തുള്ളവരെ നിറയ്ക്കുന്ന കർത്താവാണ്. എന്ന കെമോസ് എന്ന മോവാബ് ശക്തി നിറഞ്ഞവരെ ഒഴിഞ്ഞവളാക്കുന്നു. ഇതാണ് 2 വ്യത്യാസം. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസത്തിൽ നിൽക്കുന്ന നമ്മളെ ദൈവം നിറയ്ക്കാൻ നോക്കുമ്പോൾ തിരുഹിതമില്ലാത്തിടത്തേക്ക് പോകുന്ന വ്യക്തികളെ പിശാച് എന്താക്കുന്നു? ഒഴിഞ്ഞവനാക്കി മാറ്റുന്നു, ഒഴിഞ്ഞവളാക്കി മാറ്റുന്നു. എംപ്റ്റി ഹാർട്ട്, എംപ്റ്റി മൈൻഡ്, എംപ്റ്റി ലൈഫ്. എന്നാൽ ദൈവസഭയ്ക്കകത്ത് ദൈവത്തിന്റെ ഹിതം എന്താ? ഫുൾഫിൽ, നിറവ്, ആത്മിക സന്തോഷം, ഭൗതിക സന്തോഷം, കുടുംബ സന്തോഷം, സഭാ സന്തോഷം, സാമൂഹിക സന്തോഷം, സകലത്തെ സന്തോഷം നിറയ്ക്കുന്നു. എന്നാൽ മോവാബിന്റെ ദൈവമായ പിശാച് കെമോസ് പറയുന്ന വാക്ക്, ഞാൻ
ഈ ബത്ലഹേമിൽ നിന്നും ആ മോബാബിലോട്ട് പോയപ്പോൾ നിറഞ്ഞായി പോയത്, പക്ഷെ ഇപ്പോൾ ഞാൻ ഒഴിഞ്ഞു വരുന്നു, എന്നെ എംറ്റിയാക്കി ചണ്ടിയാക്കി വിട്ടു. നമ്മളിന്നലെ ചിന്തിച്ചൊരു പദമുണ്ട്, ഇന്നലെ ചിന്തിച്ചു എനിക്കറിയില്ല. ആമേൻ. പരദേശത്തേക്ക് സമ്പത്ത് നിറഞ്ഞായി പോയ അപ്പൻ്റെ ഇളയ മകൻ തിരിച്ച് അവൻ്റെ സമ്പത്ത് മൊത്തം ഒഴിച്ച് ദൂരെ കളഞ്ഞിട്ട് തിരിച്ച് അപ്പൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഒഴിഞ്ഞവനായിട്ട് വരികയാണ്. ഇന്ന് രാത്രിയിൽ ഉപവാസത്തിൻ്റെ 2ാമത്തെ രാത്രിയാണ്. ഞാൻ ആവേശത്തോടെ ഈ ദൂത് ശുശ്രൂഷിക്കുന്ന കാര്യം, നമ്മെ ആരുമല്ലതാക്കി ചണ്ടിയാക്കി മാറ്റാൻ നിൽക്കുന്ന മോബാബിൻ്റെ ശക്തികൾ നമ്മെ വാഴുന്നുവെങ്കിൽ അതിനോട് എതിർത്തുനിന്ന് പോരാടാൻ തക്കവണ്ണമുള്ളൊരു ആത്മാവിന് ധൈര്യം പ്രാപിപ്പാനാണ് ഞാൻ ഈ ആവേശത്തെ ശുശ്രൂഷിക്കുന്നത്. ഈ ഓൺലൈൻ ദൈവമക്കൾ ഭവനത്തിനകത്ത് കൊണ്ട്, ആലയത്തിൽ ദൈവമക്കൾ ആലയത്തിൽ ഇരുന്നുകൊണ്ട് കരം തട്ടി പറഞ്ഞാട്ടെ, പിശാച് എന്നെ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയെ ഒന്നുമലാക്കി മാറ്റാൻ, എന്നെ കരയിപ്പിക്കാൻ, ദുഃഖിപ്പിക്കാൻ, പുലമ്പിക്കുവാൻ തക്കവണ്ണം നിലയിൽ യേശുവിന്റെ നാമത്തിൽ ആ കെട്ടിനെ ഒന്ന് പരസ്യമായി കരമടിച്ച് ശാസിക്കാമോ? എന്നെ കടക്കാരനാക്കി മാറ്റാൻ, എന്നെ കടക്കാരിയാക്കി മാറ്റാൻ, എന്നെ കരയിപ്പിക്കുന്നതാക്കി മാറ്റാൻ, എന്നെ ദുഃഖിപ്പിക്കുന്നതായി മാറ്റാം. ജീവിതകാലം മൊത്തം ഒരു പുലമ്പി നടക്കുന്ന വ്യക്തിയാക്കി മാറ്റാം. ജീവിതകാലം മൊത്തം ദുഃഖിപ്പിച്ചടക്കം നോക്കുന്ന പിശാചിന്റെ സ്വാധീനങ്ങളെ പ്രാർത്ഥിച്ചോ നിറയ്ക്കണ്ട, നിർത്തണ്ട. അന്തരീക്ഷം കളയണ്ട. ഭവനത്തിരിക്കുന്നവർക്ക് ആരാധനയ്ക്ക് സ്തോത്രമുണ്ടെങ്കിൽ നിങ്ങൾ ആ ദൂതനെ എടുത്തുകൊണ്ട് ആത്മാവിൽ സ്തോത്രം ചെയ്ത് ആരാധിച്ചോ. എൻ്റെ ജീവിതകാലം ദുഃഖിപ്പിക്കാൻ പിശാച് പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതകാലം ആനന്ദിപ്പിക്കാൻ തക്കവണ്ണമാണ് എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി. റൂഖാനാസി വൈഡാമാന ശേഖാരാമ അന്തലകട്ടി വൈഡശാല ധീരശാല അകലം ചരതേ വൈഡശരത രീഗശരത വൈഡച്ചരജ സാലഘടമം ദൂരശരത വെട്ടിമലച്ച മന്ദലവട്ടി പട എന്നെ ചണ്ടിയാക്കി മാറ്റാൻ, എന്നെ ആരുവല്ലതാക്കി മാറ്റാൻ, എന്നെ ശൂന്യമാക്കി മാറ്റാൻ തക്കവിടെ നോക്കുന്ന സകല മോബാബിയ ശക്തികളെയും ഞാനൊരു കാര്യം കൂടി അവിടെ ഒന്നും വന്നിട്ട് ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് ആഴമാ നീങ്ങാൻ ആഗ്രഹിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം, 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിടാമോ? അതിനുശേഷം മോവാബ്യർ മതി വായിച്ചോ. അതിനുശേഷം മോവാബ്യരും അമ്മോന്യരും അവരോട് കൂടെ മെയ്യൂനിലും ചിലരും യഹോശാഫാത്തിനു നേരെ യുദ്ധത്തിന് വന്നു. അതിന്റെ 13-ാമത്തെ വാക്യം കൂടെ, നീ 12-ാമത്തെ വാക്യം, നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളവാൻ അവർ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം തരുന്നു. ഞങ്ങളുടെ ദൈവമേ, മോബാബിന്റെ ഉദ്ദേശം, അമോന്റെ ഉദ്ദേശം, മെയ്യൂന്റെ ഉദ്ദേശം ഒറ്റ ഉദ്ദേശമാണ്. ദൈവം ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന ഞങ്ങളുടെ അവകാശത്തിൽ നിന്ന് നീക്കുന്ന ടാർഗറ്റുമായിട്ട് അവർ വന്നത്. ആത്മനിയോഗം പ്രാപിച്ച യഹോശാഫാത്ത് 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോശാഫാത്തും അവന്റെ ജനവും ആത്മാവ് നൃത്തം ചവിട്ടി പോരാടി പ്രാർത്ഥിക്കാൻ തക്കവണ്ണം മെച്ചപ്പെട്ടപ്പോൾ മോബാബിന്റെ കെട്ടുപൊട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ വായിച്ച ഖെമോഷിന്റെ കെട്ടുപൊട്ടി, അമോനിന്റെ കെട്ടുപൊട്ടി, ഇതാ മെയ്യൂനെ കെട്ടുപൊട്ടി. ഈ കെട്ടുപൊട്ടിയപ്പോൾ അവരെ ദൈവം പൊട്ടിച്ച് ദൂരെ കളഞ്ഞിട്ട് 22-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യം എന്ന് പറയുന്നു, ദൈവം യഹോശാഫാത്തിനെ 35-ാമത്തെ വയസ്സിൽ വാഴാൻ വിട്ടു. നോക്കണം, ഒരു ഭാഗത്ത് മഗ്ലോനെയും കില്യോനെയും എലിമിനെ കൊന്ന പിശാചിന്റെ കെട്ടിനെ യഹോശാഫാത്ത് പൊട്ടിച്ചപ്പോൾ പൊട്ടിച്ചവനായ യഹോശാഫാത്ത് വാഴാൻ തുടങ്ങി. പൊട്ടിക്കാത്ത എലിമലേക്ക് മരിച്ചു വീണു, പൊട്ടിക്കാത്ത കെട്ട്, പൊട്ടിക്കാത്ത മഗ്ലോൻ പൊട്ടി വീണു, കില്യോൻ പൊട്ടി വീണു. പക്ഷെ പൊട്ടിച്ച യഹോശാഫാത്ത് വാണു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കെമോഷിനെ കെട്ടഴിപ്പാൻ മഗ്ലോന് പറ്റിയില്ല, കില്യോന് പറ്റിയില്ല, എലിമലേക്കിന് പറ്റിയില്ല, നവോമിക്ക് പറ്റിയില്ല. പക്ഷേ യഹോശാഫാത്തിന് പറ്റി. ആരാധിക്കുന്ന മക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നമുക്ക് കെട്ടഴിക്കാൻ പറ്റും.
കരങ്ങൾ അടിച്ച് ആത്മാവിൽ ആരാധിച്ചോ. ആത്മാവ് ഇതൊരു വിടുന്ന ടൈമാണ്. യെസ്, കേട്ടഴിച്ചവൻ 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 വാഴാൻ തുടങ്ങി. കേട്ടഴിക്കാത്തവൻ ചത്തു വീണു. കേട്ടഴിച്ചവൻ വാഴുന്നു. കേട്ടഴിച്ചവൻ വാഴുന്നു. അവേ ശബല കെമോഷിന്റെ കേട്ടിനെയ, മരുതൂക്കിന്റെ കേട്ടിനെയ, ആ അർത്തമീസിന്റെ കേട്ടിനെയ അഴിച്ചവൻ വാഴാൻ തുടങ്ങി. പക്ഷെ അഴിക്കാത്തവൻ മരിച്ചു വീണു. ഈ രാത്രിയിലെ സമയ ആത്മാവ് ഇടപെടുന്നു. ആമേ ആരൊക്കെ കെട്ടുപൊട്ടിച്ചിട്ടുണ്ടോ, ആരൊക്കെ തടിച്ചിട്ടുണ്ടോ, അവർ വാഴും വാഴും വാഴ്, അവർ വാഴും വാഴ്. അല്ലാത്തവർ മരിച്ചു വീണ്. ഈ രാത്രി ഉപവാസ പ്രാർത്ഥന കൊല്ലുന്ന ഉപവാസ പ്രാർത്ഥനയല്ല, ജീവിപ്പിക്കുന്ന ഉപവാസ പ്രാർത്ഥന, അവ വിടുവിക്കുന്ന ഉപവാസ പ്രാർത്ഥന. അത്ഭുതം ചെയ്യും. പിതാക്കന്മാരെ കൊല്ലാൻ, അവ യുവക്കൾ തലമുറ കൊല്ലാൻ, സഹോദരവർഗത്തെ കൊല്ലാത്തക്കവണ്ണം പദ്ധതിയുള്ള സാത്താനെ ആമേ എല്ലാ കെമോഷിന്റെ കെട്ടിനെ, മരുതൂക്കിന്റെ കെട്ടിനെ, അർത്തമീഷിന്റെ കെട്ടിനെ, മോവാബിയെ കെട്ടിനെ, അമ്മോനെ കെട്ടിനെ, മയ്യൂനെ കെട്ടിനെ, യഹോശാഫാത്തിനെ ആമേ വാഴാൻ പോയ പിശാചിനെ യഹോശാഫാത്ത് തോൽപ്പിച്ചു. ഞാനൊരു കാര്യം കൂടി ആത്മാവിൽ പറയാം. ഒരു വയലിനകത്ത് വിത്ത് വിതച്ചിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവന്റെ വയലിനകത്ത് കള വന്ന് വീഴും. പക്ഷെ ഉറങ്ങാതെ അത് ഫലമെടുപ്പാൻ കാത്തിരിക്കുന്നവന്റെ ആമേ വയലിനകത്ത് അവൻ കാത്തിരിക്കുക. ആരെങ്കിലും ആ കള വിതയ്ക്കാൻ വരുന്നുവോ, ആരെങ്കിലും അടിസ്ഥാനത്തെ ഇളക്കാൻ വരുന്നുവോ, ആമേ യഹോവയുടെ മുമ്പാകെ ആത്മാവിൽ പോരാടുന്നവന്റെ കൃഷിയിടത്തിന്മേൽ പിശാച് കളയിടാൻ പറ്റത്തില്ല. ഉറങ്ങുന്നവന് മയങ്ങുന്നവന് അലക്ഷന്റെ വീട്ടിനകത്തേക്ക് പരാജയം വെളിപ്പെട്ട് വരുമ്പോൾ ആരാധിച്ച് പോരാടുന്നവന്റെ വീട്ടിനകത്ത് അവൻ ജയമാണ് വരും. ജയം. നിർത്തണ്ട നിർത്തണ്ട നിർത്തണ്ട. നമ്മുടെ ഭർത്താക്കന്മാരെ ഓർക്കാം, നമ്മുടെ പിതാക്കന്മാരെ ഓർക്കാം, നമ്മുടെ യൗവനക്കാരെ കുഞ്ഞുങ്ങളെ ഓർക്കാം, നമ്മുടെ യൗവനക്കാരികളെ ഓർക്കാം. അവൻ സാത്താൻ ജയിക്കരുത് കേട്ടോ. ഈ രാത്രി സാത്താൻ ജയിക്കരുത് കേട്ടോ. ഈ രാത്രി സാത്താൻ ജയിക്കരുത് കേട്ടോ. സാത്താനെ ജയിപ്പിക്കരുത്, അവന്റെ പദ്ധതി ജയിപ്പിക്കരുത്. അടിയുന്നു 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 അടിയുന്നു. ആമേ ഈ സന്ദേശ ദൈവമക്കളുടെ കൂടാരങ്ങളുടെ മേൽ ഒരു അഭിഷേകത്തിന്റെ മേൽ ആ ദൈവശക്തി അഴിഞ്ഞുമാറട്ടെ 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 അഴിഞ്ഞുമാറട്ടെ. ശരീരം വിട്ടങ്ങ് ആരാധിച്ചോ. അന്തരീക്ഷം അനുകൂലമാണ്. മനുഷ്യരെ നോക്കാൻ ആരാധിച്ചോ. ദൈവത്തിന് ഇവിടെ വരികയാണ്. ഇനി ദുഃഖിക്കാതിരിക്കാൻ, ഇനി കരയാതിരിക്കാൻ, ഇനി നിലവിളിക്കാതിരിക്കാൻ. ഒരു പ്രശ്നം വന്നേ ശേഷം പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ലേ. അതിനു മുമ്പേ പിശാചിന്റെ സാന്നിധ്യം അറിയുമ്പോൾ തന്നെ പിശാചിന്റെ സാമീപ്യം മണത്ത് മനസ്സിലാക്കി അവൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അതിനോട് പടവെട്ടുന്ന യഹോശാഫാത്തിനെ പോലെ ഉള്ള വ്യക്തികളുണ്ടോ. മോവാബിന്റെ കെമോഷ് പിശാച് ആമേ യഹോശാഫാത്ത് തൊട്ടില്ല, പക്ഷേ എലിമേലെക്ക് തൊട്ടു. ആമേ മഗ്ലോനെ കില്യോനെ തൊട്ടു. അവൻ മരിച്ചു വീണപ്പോൾ ഇതാ യഹോശാഫാത്ത് അവൻ ജയിച്ചു കയറുകയാണ്. യഹോശാഫാത്ത് ജയിച്ചു കയറുകയാണ്. യഹോശാഫാത്ത് ജയിച്ചു കയറുകയാണ്. യഹോശാഫാത്ത് ജയിച്ചു കയറുകയാണ്. യഹോശാഫാത്ത് ജയിച്ചു കയറുന്നു. യഹോശാഫാത്തിന്റെ മരണദൂതന്റെ മേൽ അവൻ ജയിച്ചു കയറുകയാണ്. പിശാചക്കെട്ട് ജയിച്ചു കയറുകയാണ്. അപ്പാ ജഗശല ഖരാമന തീ 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 താ ചാല Chaka kana shaka pana chala tha aja shala thera pana
Chala Tara Tida Chala Chika Tida Shakabana Chita Rashale Karaba Chita Nashala Karaba Chata Rata Chaleka Chipala Separo Podobo Chita Rashe Katerapa Katunu Sagala Kemoshila Ketagal Sagala Kemoshila Yabaranga Sagala Abe Vishmipikina Kirakuna Pishadine Ave Kirakuna Shishushayana Ubasha Pratana Name Kirakaba the Pishadine Tirichi Kirakuna Shishushayana Ubasha Pratana Ave Name Nashipikabardamane Ave Tirichi Nashipikadaguno Ubasha Pratana Name Kolla Bardumane Ave Tirichana Ubasha Pratana in the Yatri Angara Tana Shambabikano Kriba 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 Shadabala Gadabada Namshala Hashkida Badabatu Nadana Vaidagachara Shadabita Habe Shabtam Yarte Karantati Atmahe Habe Otma Sepo Raba Chalabalagadama Chudabadamanagadanama Shantudadana Chudabalabadana Shabalakadadama Chudabadama Shaladana Habanama Shantudadagasi Habetiga to the ghetto Habetiga to the ghetto Hatmab the Tiga to know Abhishega to the Tiga to know Abhishega to the Vijaya to the Shaptam Hadama Sibalagadama Shala Hatudamana Janam Shaladana Askidabadama Tunada Lagashala Hame Kemosh in a Katariuno Marduk in a Katariuno Hame Shabalaba Shakal Artemis in a Katariuno Shakal Amalek in a Katariuno Shakal Gurkes in a Katariuno Shakela Hame Pelistia Katra Hame Shagala Paravada Kata Shakala Mandrabada Katam Shakal Shagunabada Katam Shakal Abijara Kata Shakal Du Shaktigala Shaba Wakala Hame Nercha Kata Hame Shakal Billu Sulikata Pidabine Putradeya Parishutatmavideya Atikana Namata Indriyatria Adadinya Janam Shotatria Ti Udadabadabadabadaba Shabadabadabadaba Shabada Oh Chidabala Sebala Karaba Chudabada Bada 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 Baida Bada 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 Chidabada Bada Bada Chidabala Bada Bada Hajadaba Shatadaba Tidamana Chudabada Chidabada Tidamana Ha. Oh. Shabala Kasina. Janasina Tudi. Judat Sama. Oh, Katabin General Army Kate. Oh, what a Pudia chapter open agate. What a Jeevan the chapter open agate. What I'll put up to the chapter open agate. What the Anigragat to the chapter open agate. Oh, let up to the chapter open agate. ഒരു അനുഗ്രഹത്തിന്റെ ചാപ്റ്റർ ഇന്ന് രാത്രി ഓപ്പൺ ആകുകയാണ്. ആ ദാരിദ്ര്യത്തിന്റെ കെട്ടുപോട്ടി ഒരു സമൃദ്ധിയിലോട്ട്, ആ കണ്ണുനീരിന്റെ വിലാപത്തിന്റെ അന്തരീക്ഷം മാറി ഒരു ആനന്ദത്തിലോട്ട്, ഒരു ആനന്ദത്തിലോട്ട്, ഒരു ആനന്ദത്തിലോട്ട്, അതൊരു ആനന്ദത്തിലോട്ട്, ഒരു ആനന്ദത്തിലോട്ട്. Ti kasama lebani judatada manam shabal kadadana judatada yes talamurga notamita
ഭർത്താക്കന്മാരെ, ആമേ പുരുഷന്മാരെ, അപ്പന്മാരെ നോട്ടമിട്ട ആമേ കുടുംബത്തിന് ആശ്വാസമായ, കുടുംബ തണലായിരിക്കുന്ന, പ്രിയപ്പെട്ട നോട്ടമിടുന്ന ആ പിശാചായ കെമോഷിന്റെ മേലക്കിന്റെ ശത്രുരാധന, സകല മരുദൂക്കിന്റെ, സകല അർത്ഥമീശന്റെ, സകല പെലിസ്ത്യന്റെ, സകല വ്യാപാരത്തെ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റുകയാണ്. മഗ്ലോനോട് കില്യനോടും എലിമെലെക്കിനോടും കളിക്കാൻ പോയ പിശാച് യഹോശാഫാത്തിന് കളിക്കാൻ പോയി, പരാജയപ്പെട്ട് ഓടിപ്പോയി കേട്ടോ. നീ എല്ലാവരും കളിച്ചതുപോലെ ആരാധിക്കുന്നത് കളിച്ചാൽ, നീ എല്ലാവരും കളിച്ചതുപോലെ ഉപവസിക്കുന്നത് കളിച്ചാൽ, നീ എല്ലാവരോട് കളിച്ചതുപോലെ കൂട്ടായ്മകൾ ഉണ്ടാവുന്നത് കളിച്ചാൽ, നീ എല്ലാവരും കളിച്ചതുപോലെ ഞങ്ങളോട് കളിക്കാൻ വന്ന പിശാച് എന്ന് ജയിക്കില്ല. അതാ സഭയുടെ പ്രഖ്യാപനം. എല്ലാവരും കളിച്ചതുപോലെ നീ കളിക്കാമെന്ന, ആരാധിക്കുന്ന ജനത്തോട് കളിക്കാമെന്നാൽ, ഉപവസിക്കുന്ന ജനത്തോട് കളിക്കാമെന്നാൽ, അന്യഭാഷ ആരാധിക്കുന്ന പോരാടുന്ന ജനത്തോട് കളിക്കാമെന്നാൽ നീ ജയിക്കില്ല. നീ പരാജയപ്പെട്ടു പോക. തോൽപ്പിക്കുന്നൊരു അഭിഷേകമാണ്. പിശാൻ നാണിപ്പിക്കുന്ന അഭിഷേകമാണ്. പിശാൻ ലജ്ജിച്ച നാമാഭിശേഷമായി. കൃപ 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 ക്രാസി ലഖോരമ ശതുരബനാഗസി ജലദന ജന ജലശല ഖരാബമ വൈഡ ചലദനം ധരാദിന ഗച്ഛസി ഉടമ്മലഗടക ശൗഡമന്തരാദന അടജ ചലബദനം ധരിബിടക ശസിര അഗംബ നിബിടബ തുരാദനക ചലാദന അദനം ചലദിന്റെ സന്തതികൾ പുരാതന ശൂന്യങ്ങൾ പണിയേണ്ടവനാണ്. ആ പുരാതന ശൂന്യങ്ങൾ താമേ പണിയേണ്ട തലമുറയോട് നിന്റെ തലമുറകൾ പുരാതന ശൂന്യങ്ങൾ പണിയേണ്ടതാണ്. അങ്ങനെ പണിയേണ്ട തലമുറയെ നോട്ടമിട്ട് കീഴടക്കുവാൻ നോക്കുന്ന കെമോസിന്റെ സ്പിരിറ്റിനെ ആത്മാഭിഷേകമുള്ള ദൈവമക്കൾ കേട്ടങ്ങ് പൊട്ടിച്ച് കേട്ടോ. ഈ 20ാമത്തെ ദിവസം രാത്രി ദൈവാൻ പറയുന്നു, വാഗ്ദത്തമുള്ളവരെ കീഴടക്കാമെന്ന് കെമോസ് നാണം കേട്ട് അവന്റെ ആധിരി വിട്ട് ഓടി, അവന്റെ ആധിരി വിട്ട് ഓടി, അവന്റെ ആധിരി വിട്ട് ഓടി, അവന്റെ ആധിരി വിട്ട് ഓടി. നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കരുത്. കാര്യം കെമോസ് എന്നെ കീഴടക്കി. ഞാൻ നിറഞ്ഞവളായിട്ട് അവിടുന്ന് പോയത്, പക്ഷെ എന്നെ ഒഴിഞ്ഞവളാക്കി മാറ്റിവിട്ടത് കെമോസാണ്. ഞാൻ അവിടെ മക്കൾ ഓർത്തോണം, മോബാബിൻ്റെ കെട്ടാണ് ഏതാ ഏറ്റവും മ്ലേച്ഛ വിഗ്രഹമാണ് കെമോസ്, അർത്ഥം കീഴടക്കുന്നവൻ. അമ്മോനിയുടെ ഏറ്റവും മ്ലേച്ഛ വിഗ്രഹത്തിന് പേരാണ് മോലക്ക് എന്ന വാക്ക്. ഇത് രണ്ടിൻ്റെ ജോലി ഒന്നാണ്, ബൗണ്ടറി ഒന്നാണ്. അവരപ്പുറത്തും ഇപ്പുറത്ത് നോക്കും. ഇവർ രണ്ടൊരു അച്ചാച്ച ഇതാ ഒരു പ്രോഗ്രസ് ഉള്ള വന്നിട്ടുണ്ട്,
നമ്മൾ തമ്മിൽ യോജിച്ച് അവനെ ബ്രേക്ക് ചെയ്യണം. സ്തോത്രം. മോവാബ് കണ്ടാൽ അനിയനോട് വിളിച്ചു പറയും, മോനെ ഒരു പുരോഗമനം നമ്മൾ വന്നിട്ടുണ്ട്, നമ്മൾ ഒന്നിച്ചവനെ വെട്ടണം. അമോനിനാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ചേട്ടൻ വിളിച്ചേട്ടാ ഇതാ വന്നിട്ടുണ്ട് ഒരു പുരോഗമനമുള്ളവൻ, നമുക്കവന് കീഴടക്കണം. ഇന്ന് രാത്രിയിൽ ഉപവാസത്തിൽ മടിപ്പുള്ളവരും കൂട്ടായ്മയിൽ മടിപ്പുള്ളവരും പ്രാർത്ഥനയിൽ മടിപ്പുള്ളവർ ഓർത്തോ, ആമേ കെമോഷ് നിന്റെ കുടുംബത്തെ വാഴുന്നു. കെമോഷ് നിന്റെ കൂടാരത്തെ നോക്കുന്നു. കെമോഷ് നിന്റെ നോക്കുന്നുണ്ട്. ആമേ നീ ഉയർച്ച പ്രാപിക്കാതിരിക്കേണ്ട സകല തന്ത്രങ്ങളും ആമേ പിശാച് നോക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ആത്മീക ശുശ്രൂഷകൾക്ക് ഉത്സാഹം കാണിക്കുകയോ ഉപേക്ഷിക്കാതെയോ പോരാടാതെയോ നിന്നാൽ നിന്റെ കൂടാരത്തിനകം ദുഃഖം വിളിച്ചു വരുന്നത് പിശാചാണ് കയറി വരുന്ന വാക്ക്. അത് വന്നതിന് ശേഷം കിടന്ന് പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങിയിട്ടൊന്നും കാര്യമില്ല. അതിന് മുമ്പിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ലഭിച്ച ഏറ്റവും ശ്രേഷ്ഠ സമയമാണ് ഈ സമയം. ഞാൻ ഈ ദൂതുകളൊക്കെ പ്രാപിച്ചും പഠിച്ചും ദൈവസന്നിധിയിൽ ഇരുന്ന് ആ ദൂത് പിടിച്ചു വെച്ച് ദൈവമൊക്കെ കൈമാറുമ്പോൾ അത് എനിക്ക് വേണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഈ പോരാടി ആരാധിച്ച് എൻ്റെ കുടുംബത്തിന് നേട്ടമുണ്ടാക്കാം. പക്ഷേ ദൈവജനത്തിൻ്റെ കൂടാരത്തിനകത്ത് ആ വിടുതൽ വരണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്കറിയാമോ, ഒരു പുറത്തു നിന്നും ഒരു ദൈവദാസനെ നമ്മൾ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയാൽ കുറഞ്ഞതൊരു 5000 രൂപ അദ്ദേഹത്തിന് സ്തോത്ര കാഴ്ച കൊടുത്ത് നല്ല ആഹാരം കൊടുത്ത് വിടണം. വേണ്ടേ അച്ഛാ? നമ്മൾ 5 പൈസ കൊടുത്തിട്ടുണ്ടോ? അര കാശ് കൊടുത്തിട്ടുണ്ടോ? സ്തോത്ര. നിങ്ങൾ എനിക്ക് നല്ലൊരു താങ്ക്സ് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്തോത്രം ചെയ്യുക. പ്രൈസ് ഗോഡ്. എങ്കിലും ദൈവം എന്നെ ഏൽപ്പിക്കപ്പെട്ടൊരു കടപ്പാടാണ് ഞാൻ ദൈവസേന ചെയ്യുന്ന വാക്ക്. അതുകൊണ്ട് എനിക്ക് സ്വർഗം 1000 മടങ്ങ് പ്രതിഫലം തരും. പ്രൈസ് ഗോഡ്. എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ഉയർത്തും. എൻ്റെ കുഞ്ഞുങ്ങളോട് കർത്താവ് കരുണ കാണിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഇന്ന് രാത്രിയിൽ ഗൗരവത്തോടെ നമുക്കോട് പറയാം, ഇനി കെമോശ് വാഴരുത്. ഞാനത് അല്പം ചിരിച്ചുപോയി. ഇവിടെ എലിമേലെക്കിനെയും മഗ്ലോനെയും കില്യോനെയും കൊന്നിട്ടാണ് ഈ മോവാബ് പലരെയും കൊന്നു കേട്ടോ. മോവാബിലെ ഈ കെമോസ് എന്ന് പിശാച് പലരെയും കൊന്നിട്ട് കോളം വിരിച്ചിട്ട് ചാടിക്കയറി പോയത് ഏറെ വീട്ടിലാണ്. യഹോശാപ്പാത്തിൻ്റെ അടുത്താ പോയത്. യഹോശാപ്പാത്ത് ആളും മിടുക്കൻ. വെളിപ്പാട് കിട്ടിയപ്പോൾ തന്നെ കെട്ടഴിച്ചു. നിങ്ങൾ പറഞ്ഞു നോക്കൂ, നിങ്ങൾ ആ വാക്കിൻ്റെ 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യം കൂടി വായിച്ച 29-30 എൻ്റെ സബ്ജക്റ്റ് അതല്ല. ഇത് കയറി വന്നോട് പറഞ്ഞ വാക്ക് 29-30 വാക്യം വായിച്ചു. ശത്രുവിനോട് യുദ്ധം. ആരാ ശത്രു? മോവാബിനോടും അമോനിനോടും മെയ്യൂനെ ശക്തിയോടും ദൈവം യുദ്ധം ചെയ്തു. വാസ്തവത്തിൽ യുദ്ധം ചെയ്യാത്തക്കണ പാട്ട് വേണമായിരുന്നു, അന്യഭാഷ വേണമായിരുന്നു, വില മുടക്കണമായിരുന്നു. അതവർ വില മുടക്കി. അത് വില മുടക്കുന്നത് മാത്രമാണ് ദൈവം യുദ്ധം ചെയ്തു. ഞാൻ ഒരു കാര്യം പറയാം, 100%-ൽ 21% നമ്മുടെ ഭാഗവും 70% ദൈവത്തിൻ്റെ ഭാഗമാണ്. ഇതിന് പറയും ഇപ്പം 5% പോലും നമ്മളെ ദൈവത്തിന് കിട്ടുന്നില്ല. കിട്ടുന്നുണ്ടോ? ഇല്ല. ഞാൻ ഈ അഭിദേവനും അഹിതവനും വീട്ടിൽ പോയി പറഞ്ഞു, നിങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യണം? സമ്മതിക്കണം എന്ന് പറഞ്ഞു. എവിടെ? പാസ്റ്റർ വാക്ക് അവന്മാർക്ക് വെള്ളത്ത് വരച്ച വരയാണ്. സ്തോത്രം. നിങ്ങൾ പറയും അവർ പാസ്റ്റർ അവർക്ക് എല്ലാം അറിയാം. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും നമ്മൾ സമയം കണ്ടെത്തിയെടുക്കുന്ന കാര്യം ഇവനോട് ദൈവം യുദ്ധം ചെയ്യണം. ഇവനോട് ദൈവം യുദ്ധം ചെയ്യണം. വായിച്ച 30-ാമത്തെ വാക്യം. യഹോവ ഇസ്രായേൽ ശത്രുക്കളുടെ യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിന്റെ ഭീതി ആ ദേശങ്ങൾ സകല രാജ്യങ്ങളുടെ മേലും വന്നു. അടുത്ത വാക്യം. എങ്ങനെ കൈയും കെട്ടി കിടന്ന് പൊറോട്ട ഇറച്ചിയും കഴിച്ച് ബിരിയാണിയും അടിച്ച് കപ്പ ബിരിയാണിയും കഴിച്ച് ഹോൾഡീസം അടിച്ച് ഉറങ്ങിക്കെടുത്തപ്പോൾ ഇങ്ങനെ ആണോ? പിന്നെ സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ദൈവത്തെ ഉപവസിച്ചുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇത്രയും ആവേശം പ്രസംഗിക്കുന്ന ഉപവാസത്തോട് നിന്നുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, ഞാൻ രാവിലെ വന്നതാണ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയോ? ഞാൻ ഇനി കാണുന്നത്, ഇനി ഡോർ തുറന്ന് പുറത്തിറങ്ങുമ്പോഴാണ്. ഞാൻ രാവിലെ 9:30 വന്നതാണ്. വന്നിട്ട് ഇനി ഞാൻ വെളി ഇറങ്ങണമെങ്കിൽ എപ്പോഴാച്ചാ?
ഇന്നലെ അങ്ങനെയായിരുന്നു. സ്തോത്രം. പാല് മേടിക്കാൻ പോലും ഞാൻ പോകാത്ത കാര്യം എനിക്ക് തീരുമാനമായിരുന്നു. സ്തോത്രം കഴിക്കാം. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ദൈവസന്നിധിയിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഏകാഗ്രതയാണ്. സ്തോത്രം. കാര്യം മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ഇങ്ങനെ എങ്ങനെ അവർ ദൈവസന്നിധിയിൽ വില മുടക്കിയത് കൊണ്ട്, സമയം കൊടുത്തത് കൊണ്ട്, ദൈവസന്നിധി വിട്ടുകൊടുത്തത് കൊണ്ട് അവർക്ക് എന്ത് കിട്ടി? അവർക്ക് വിജയം കിട്ടിയെന്നാണ്. അതുകൊണ്ട് ഓർത്തോണം, പലതും വേണ്ട എന്ന് വെച്ച് ദൈവസന്നിധിയിൽ പോരാടുന്നതിൻ്റെ ഒറ്റ കാര്യമാണ്. അതുകൊണ്ട് ഓർത്തോണം, നിങ്ങൾ ആഹാരം കഴിക്കേണ്ടെന്നോ, നിങ്ങൾ വെള്ളം കുടിക്കേണ്ടെന്നോ, നിങ്ങൾക്ക് അങ്ങനെ യാത്ര ചെയ്യേണ്ടെന്നല്ല ഞാൻ വാക്കാണ്. അത് നിത്യം തൊഴിലായി കഴിഞ്ഞാൽ പിന്നെ പണി നമുക്ക് തന്നെ ലഭിക്കേണ്ടി വരും. അത് വരാതിരിക്കാനാണ് ഞാൻ അല്പം ഒന്ന് കട്ടിയായിട്ട് വാക്ക് പറഞ്ഞു മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ അർത്ഥം ഇങ്ങനെ എങ്ങനെ ദൈവസന്നിധിയിൽ എങ്ങനെയെന്ന് പറയുമ്പോൾ അർത്ഥം 13-ാമത്തെ വാക്യം വായിച്ചു. 13-ാമത്തെ വാക്യം വായിച്ചോ. അങ്ങനെ യഹൂദരൊക്കെയും എങ്ങനെ അങ്ങനെ ആണ്ടോ 2 പദം വന്നോ? എങ്ങനെ പറ. അങ്ങനെ എങ്ങനെ പറ. നിങ്ങൾ പറ, നോക്കാടോ. നിങ്ങൾ 20-30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, അപ്പോ 13-ാമത്തെ വാക്യത്തിൽ അങ്ങനെ. നിങ്ങൾ നോട്ട് ചെയ്തോ. അങ്ങനെ ദൈവം അങ്ങനെ ഇടപെടും, ഇങ്ങനെ ഇടപെടും. നമ്മൾ എങ്ങനെയെന്ന് ആർക്കറിയാം? സോദരം. പ്രൈസ് ഗോഡ്. അപ്പൊ ഈ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഇങ്ങനെ എന്ന് വാക്ക് പറഞ്ഞെങ്കിൽ 13-ാമത്തെ വാക്യത്തിൽ അങ്ങനെ. നമ്മൾ തോന്നും സ്തോത്രം, നമ്മൾ ദൈവം ഓരോ കാര്യം വളരെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്യുന്ന ദൈവമാണ്. കാര്യം മറക്കരുത്. കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഈ ബൈബിളൊക്കെ ഇരുന്ന് ഓരോ വാക്കുകളും ഞാൻ സൂക്ഷ്മ ദൃഷ്ടിയോടെ ഇരുന്ന് വായിച്ച് പഠിച്ച് അതിൻ്റെ ദൂത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചും മറിച്ചും ഇട്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പാട് കിട്ടുമ്പോഴാണ് എനിക്ക് ആവേശം വരുന്നത് പ്രസംഗിക്കാൻ. പ്രൈസ് ഗോഡ്. അപ്പം 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, 13-ാമത്തെ വാക്യത്തിൽ അങ്ങനെ. നമ്മൾ എങ്ങനെ പറയാച്ചാ? നമ്മൾ എങ്ങനെയാച്ചാ? രാവിലെ ആൻറ്റി പറഞ്ഞു മറന്നുപോയെന്ന്. അങ്ങനെ ആൻറ്റി അങ്ങനെ മറന്നുപോവുകയും ചെയ്തു. സ്തോത്രം. ആൻറ്റി നിഷ്കളങ്കമായിട്ട് പറഞ്ഞതാണ്. നമ്മൾ പലരും പറഞ്ഞില്ല. ആൻറ്റി അങ്ങ് പറിച്ചൊക്കെ പറയും. സ്തോത്രം. ആൻറ്റിയുടെ ഹൃദയത്തിരിക്കത്തില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഓർത്തോണം, നമ്മൾ എന്ത് ചെയ്താച്ചാ ഈ ദൂതും വാങ്ങിക്കൊണ്ട് പറ. ജയ്സ് ഇന്നലെ പോയി ഒന്ന് പ്രാർത്ഥിച്ചു ഈ വചനത്തിൻ്റെ വെളിപ്പാടിന് വേണ്ടി. അണ്ടാ മമ്മി മറന്നുപോയത്. സ്തോത്രം. അപ്പൊ ഇങ്ങനെ എന്ന വാക്ക് പറയുന്നു 30-ാമത്തെ വാക്യത്തിൽ. പക്ഷെ അവിടെ പറയുന്നു അങ്ങനെ. വായിച്ചു. അങ്ങനെ അങ്ങനെ യഹൂദരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. കാര്യം പിടികിട്ടിയ എന്തേ? നമ്മളെ മക്കൾ എന്തേ? നമ്മൾ പ്രിയപ്പെട്ടവരൊക്കെ എന്തേ? അവരങ്ങനെയും പോകുന്നു, ഇങ്ങനെയും പോകുന്നു. നമ്മൾ എങ്ങനെയെന്ന് ആർക്കറിയാം? കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഓർത്തോണം, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. നമ്മൾ ഈ 3 ദിവസം ഞാൻ ഈ വ്യാഴാഴ്ച തുടങ്ങാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ നിങ്ങൾ പലർക്കും ക്ഷീണങ്ങളും പ്രയാസങ്ങളായതുകൊണ്ട് ഞാൻ വ്യാഴാഴ്ച തുടങ്ങാത്തില്ല. വ്യാഴാഴ്ച മുതൽ ഞാൻ ഈ ഉപാസപ്രാ തുടങ്ങുമ്പോൾ ഞായറാഴ്ചയാകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് 3 ദിവസം കറക്റ്റായി കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വ്യാഴാഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഓർത്ത് വേണ്ട, ഈ മാസം ഇങ്ങനെ പോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെയാക്കിയത്. സ്വത്രം പേയ്ക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഒന്നും വായിച്ച 13-ാമത്തെ വാക്യം. അങ്ങനെ യഹൂദരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പോൾ എന്ത് പറ്റി? ആരൊക്കെ വന്നു? എല്ലാ കുഞ്ഞുകുട്ടി ആബാലവർ മുല കുടിക്കുന്നവരും കുപ്പിപ്പാൽ കുടിക്കുന്നവരും സ്കൂളിൽ പോകുന്നവരും കോളേജിൽ പോകുന്നവരും പല ജോലിക്കാരും എല്ലാവരും ഇവിടെ വന്നു. ദൈവസന്നിധിയിൽ വന്നു. എന്ത് രസമല്ലേ ആ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ. സ്തോത്രം. നിങ്ങൾ പറ, ഇതിനകത്തിരിക്കുന്ന എല്ലാ വ്യക്തികളും ആലയത്ത് വന്നു. വീട്ടിനകത്തുള്ളതല്ല. നിങ്ങൾ പറ, കെമോസ് തൊടുമോ? ഇനി മോലേക്ക് തൊടുമോ? ഇനി ഈ മരുതൂക്ക് തൊടുമോ? ഇനി അർത്തമിഷ് തൊടുമോ? ഇനി ഫറവോന്റെ ആത്മാവ് തൊടുമോ? ഇനി ഏതെങ്കിലും 7 പട്ടികയിൽ പറയുന്ന ശത്രുക്ക് ഏതെങ്കിലും തൊടുമോ? കാര്യം ആർക്കും തൊടാൻ പറ്റില്ല. എല്ലാവരും ഇവിടെ ഇരിക്കുന്നു, യഹോവയുടെ ആലയത്തിരിക്കുകയാണ്. എലിമേലെക്കും നവോമിയും മഗ്ലോനും കില്യോനും എവിടെ ഇല്ല? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇല്ല. പിന്നെ അവിടെ മരിച്ചതൊന്നും വലിയ അത്ഭുതമൊന്നും അല്ല. കൂട്ടായ്മയ്ക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്.
ഞാനൊരു കാര്യം കൂടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സജീവർ പറഞ്ഞു, എനിക്ക് 1000കണക്കിന് പാസ്റ്റർ അറിയാം പാസ്റ്റർ, എന്നാൽ എൻ്റെ വിഷയത്തിനൊരു. ഞാൻ പറഞ്ഞു, നീ 1000 10,000 കണ്ടാൽ ദൈവത്തിന് നിന്നെ കൊടുത്തില്ല എങ്കിൽ 1000 പാസ്റ്റർ കണ്ടിട്ട് സ്വത്രക്കാഴ്ച കൊടുത്തിട്ട് ഒരു ഗുണവും ഇല്ല. ഞാൻ പറഞ്ഞൊരു കാര്യം, വരാൻ പറ്റില്ലെങ്കിൽ നീ ഈ ഓൺലൈനിൽ കയറ്, ആ പാസ്റ്ററെ എവിടെ, ഈ പാസ്റ്ററെ പോയി കക്ഷി സ്തോത്രം എന്നിട്ട് ഉരുണ്ട് വീണിട്ട് പറയാണ് പാസ്റ്റർ ഒരു എന്തോന്ന് അറിയത്തില്ല. ഞാൻ പറയും, ഇനി നീ ഉരുണ്ട് വീഴത്തേ ഉള്ളൂ. സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്. കാര്യം മനസ്സിലാകുന്നുണ്ടോ? എന്താ കാര്യം? അങ്ങനെ വായിക്കേ, വേഗത്ത് വായിച്ച നമ്മുടെ ദൂതിലേക്ക് മാറണം. അങ്ങനെ യഹൂദരൊക്കെയും അവിടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ അവന്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയത് കൊണ്ട്. ആർക്ക് വിശ്രമം കൊടുത്തു? അപ്പന് വിശ്രമം കൊടുത്തു, അമ്മയ്ക്ക് വിശ്രമം കൊടുത്തു, മക്കൾക്ക് വിശ്രമം കൊടുത്തു, മരുമക്ക് വിശ്രമം കൊടുത്തു, കൊച്ചുമക്ക് വിശ്രമം കൊടുത്തു, ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തേക്കും അളിയനും അളിയത്തേക്കും നാത്തൂനും എല്ലാത്തിനും എന്ത് കൊടുത്തു? കാര്യം എല്ലാം ഇവിടെ വന്നു. അതാണ് വിഷയം. എല്ലാം ഇവിടെ വന്നു, ദൈവശാന്തി വന്നു. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിഷയം പറയുമ്പോൾ ഞാൻ സ്കാൻ ചെയ്തിട്ട് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. കാര്യം ആലയത്തിൽ വന്ന് കൂട്ടായ്മ ആചരിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സമയം കളയുന്നതിനെക്കാട്ടി നല്ലത്. കാര്യം അങ്ങനെ ഒരു അത്ഭുതം നടക്കത്തില്ല. കൂട്ടായ്മ ആചരിക്കാത്തവർക്ക് എന്ത് നടക്കത്തില്ല? അത്ഭുതം നടക്കത്തില്ല. നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ ദൈവത്തിന് ഇടപെടൽ നടക്കത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഓക്കെ, പ്രാർത്ഥിച്ചോളാം, ഞാൻ പ്രാർത്ഥിക്കും നിശ്ചയമായിട്ടും. പക്ഷേ ഈ ഇടപെടൽ നടക്കത്തില്ല. ആരുമായിട്ട്? ദൈവമായിട്ട്. നിങ്ങൾ പറയട്ടെ, നിങ്ങൾ ഒരു വസ്തു വാങ്ങാൻ പോകുകയാണ്. സായിയുടെ പേർക്കാണ് വസ്തു വാങ്ങുന്നത്. ബാക്കി പറ, നിങ്ങൾ ഒപ്പിട്ടാൽ പറ്റുമോ? പറ്റുമോ ആൻറ്റി? ഒരു കാര്യം, സനിക അവിടെ ഉണ്ട്, പുള്ളിക്കാരി. അപ്പം നമ്മുടെ തന്നെ പിന്നെ വിൽക്കാൻ സമയത്ത് ഒരു പവർ ഓട്ടോണമി വേണമെങ്കിൽ തരും. പക്ഷെ ബാക്കിയുള്ള കാര്യത്തിൽ ആ കാര്യത്തിന് അവരെ പ്രസൻസ് ഏറ്റവും അത്യാവശ്യമാണ്. ഓക്കെ, എൻ്റെ സബ്ജക്റ്റ് അതല്ല, അന്ന് പറഞ്ഞ അന്തരീക്ഷം കളയുന്നുമില്ല. ഞാൻ പറഞ്ഞ അർത്ഥം, എല്ലാവരും ആലയത്ത് വന്നപ്പോൾ പിശാചിനെ ആർക്കും തൊടാൻ പറ്റില്ല. അതുകൊണ്ട് 30ാമത്തെ വാക്യത്ത് വായിച്ചത്, അവൻ ചുറ്റും വിശ്രാമം കൊടുത്തു. ആ ചുറ്റും വിശ്രാമം കൊടുത്തതുകൊണ്ട് ചുറ്റുമുള്ള ശത്രുക്ക് ഭയമായി മാറി. 31ാമത്തെ വാക്യം, യഹോശാഫാത്ത് യഹൂദ എന്ത് ചെയ്തു? അപ്പൊ സിസ്റ്റം നോക്കണം. സാത്താനെ മരുതൂക്കിന്റെ കെട്ടിനെയും ഈ കെമോഷിന്റെ കെട്ടിനെയും അർത്തമീസിന്റെ കെട്ടിനെയും പൈശാചിക കെട്ട് മൊത്തം അവൻ നശിപ്പിച്ച ശേഷമാണ് യഹോശാഫാത്ത് വാഴാൻ തുടങ്ങിയത്. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ആർക്ക് വാഴാമായിരുന്നു? മഗ്ലോനും കില്യോനും എലിമേലെക്കിനും നവോമിക്കും വാഴാമായിരുന്നു. പക്ഷേ അവരമ്പെ പരാജയപ്പെട്ടു പോയി. സ്വതന്ത്രം. അപ്പോൾ ഈ രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 21ാമത്തെ വാക്യം വരെയും ഞാൻ നിറഞ്ഞവളായി പോയി, ഇപ്പൊ ഒഴിഞ്ഞള വന്നു. അത് ചെയ്തല്ല, ഈ ഖെമോഷന്റെ പിശാചുകെട്ടാണ്. ഇനി 22ാമത്തെ വാക്യത്തിൽ വരുന്നു, അവർ തീരുമാനത്തോടെ തിരിച്ചത് കൊണ്ട് മോബാബിനെ അല്ലെങ്കിൽ മോബാബിന്റെ കെട്ടിനെ ഉപേക്ഷിച്ചിട്ട് ബെത്ലേഹേമിൽ ആത്മീയ സന്തോഷം പ്രാപിപ്പാൻ തീരുമാനമെടുത്തത് കൊണ്ട് അവർ വന്ന സമയം നല്ല സമയമായിരുന്നു. ഏത് സമയമാണ്? യവക്കൊയ്ത്തിന്റെ ആരംഭം. ഒരു സ്തോത്രം കർത്താവിന് കൊടുക്കണം. യവക്കൊയ്ത്തിന്റെ ആരംഭം. ഇനി നമ്മൾ കഴിഞ്ഞ രാവിലെ ചിന്തിച്ചത് അവിടെ നിർത്തി. 2ാമത്തെ അധ്യായത്തിൽ തുടങ്ങി. അപ്പോൾ 1-ാം അധ്യായം കയ്പിൻ്റെ വേദന കാടിയുടെയും കാലഘട്ടമാണെങ്കിൽ 2ാമത്തെ അധ്യായം ഒരു മഹാധനവാൻ എന്ന വിഷയമായിട്ടാണ് അവിടെ തൊട്ടത്. ഞാൻ അവിടെ അധികം പോകാൻ ആഗ്രഹിക്കാതെ എനിക്കൊരു 7 പോയിന്റ് എനിക്കൊന്ന് ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം താല്പര്യമുണ്ട്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 16ാമത്തെ വാക്യം ഒന്നുകൂടി വായിക്കാമോ? 1:16 വാക്യം. അതിന് രൂത്ത്, നിന്നെ വിട്ട് പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുത്. സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്ന രൂത്ത്. ഞാൻ ഈ പറയുമ്പോൾ ഡി ചേർത്താണ് ഞാൻ 2-3 പോയിന്റ്സ് ഡി ചേർത്ത്. നിങ്ങൾ നോട്ട് ചെയ്യുന്നവർക്ക് അത് നോട്ട് ചെയ്യാം. അതിന്റെ അവസാന ഘട്ടം നമ്മൾ ആത്മാവിൽ വന്ന് പോരാടി ആരാ ചേർത്ത്. നമ്പർ 1, ഐ ആം എ സ്ട്രോങ് ഡിസിഷൻ. എന്നെ വിട്ട് പോകാൻ നിന്നെ വിട്ട് പോകാൻ നീ സമ്മതിക്കാന്ന് പറയരുത്. നിന്നെ വിട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന്. ഇറ്റ്സ് എ സ്ട്രോങ് ഡിസിഷൻ. ഒരു ശക്തി
ശക്തമായ തീരുമാനമെടുത്ത ഒരു രൂത്ത് ഈ തീരുമാനമെടുത്തപ്പോൾ തന്നെ കെമോസിന്റെ പ്ലാനിന് ഒന്നാമത്തെ പദ്ധതി പൊളിഞ്ഞു. കേട്ടോ ആൻറ്റി, നമ്മൾ ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാം കേട്ടോ ആൻറ്റി. നമ്മൾ ഒരു പറ്റി നിൽക്കുന്നു എന്നൊരു സ്ട്രോങ് ശക്തമായ തീരുമാനം എടുക്കുമ്പോൾ കെമോസിനെ മനസ്സിലായി, ഇനി അവനെ എനിക്ക് കിട്ടില്ല എന്ന് ഒന്നാമത്തെ ചിന്ത സാത്താന് കിട്ടി. ഇനി രണ്ടാമത്തെ വാക്യം ഞാൻ അതിനെ ആവർത്തിച്ച് പറയാം. രണ്ടാമത്തത് 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്നൊരു വായിച്ചു. അതിന് രൂത്ത്, നിന്നെ വിട്ട് പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുത്. അടുത്ത വാക്യം, നീ പോകുന്നിടത്ത് ഞാനും പോരും. അടുത്ത വാക്യം, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. അടുത്ത വാക്യം, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. അതിനകത്ത് വാക്കാകുന്നു ഹൈ ഡെഡിക്കേഷൻ. ഒന്ന് സ്ട്രോങ് ഡിസിഷൻ. സെക്കൻഡ് ഹൈ ഡെഡിക്കേഷൻ. എന്താ ഡെഡിക്കേഷൻ? സ്വർഗത്തിനും ഭൂമിക്കും നാഥനും ഉടമസ്ഥനുമായ ദൈവത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ കൊടുത്ത് ആ ദൈവത്തിൻ്റെ പുറകെ സഞ്ചരിപ്പാത്തക്കവണ്ണം ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനെ ഹൈ ഡെഡിക്കേഷൻ എന്ന് ഞാൻ ആ വാക്ക് പറയുന്നു. ഒന്നുകൂടി ഞാൻ പറയാം. സ്ട്രോങ് ഡിസിഷൻ, ദെൻ ഹൈ ഡെഡിക്കേഷൻ. ആർക്കാ? രൂത്തിന്. ഒന്നിനു പറയാം. ഇതൊക്കെ പറയുമ്പോൾ ഓർത്തോണം, ഈ പിശാചിൻ്റെ പാടുകയാണ് കേട്ടോ ആൻറ്റി. ഞാൻ ഒന്നുകൂടി ദൈവമക്കൾ പറയും, ഓൺലൈനിലേക്ക് ദൈവമക്കൾ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ പൊട്ടനെ പോലെ പൊട്ടിയെ പോലെ വീട്ടിൽ നിന്ന് പറയണം, ഞാൻ പുതിയ തീരുമാനത്തിലാണ്, ഞാൻ ദൈവത്തെ സമർപ്പിക്കപ്പെട്ടവളാണ്, ഞാൻ സമർപ്പിക്കപ്പെട്ടവനാണ്, എൻ്റെ തീരുമാനം സ്ട്രോങ് ആണ്, അയഞ്ഞ തീരുമാനമല്ല, ഊതുമ്പോൾ ഇങ്ങ് ഉറിഞ്ചുമ്പോൾ അങ്ങുമെന്നല്ല. നല്ല കാലാവസ്ഥ വരുമ്പോൾ ഇവിടെയും ചീത്ത കാലാവസ്ഥ വരുമ്പോൾ അവിടെയും അല്ല, നല്ല കാലാവസ്ഥ വരുമ്പോൾ അവിടെയും ചീത്ത കാലാവസ്ഥ വരുമ്പോൾ ഇവിടെയും അങ്ങനെയല്ല. ഏത് കാലാവസ്ഥയിലും നിന്റെ ദൈവം എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് സ്തോത്രം ഡെഡിക്കേഷൻ എടുത്തപ്പോൾ തന്നെ ഈ കെമോസിന്റെ പദ്ധതികൾ അവിടെ പൊളിയാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ, ഒരു ബോബസിനെ കിട്ടണമെങ്കിൽ ഒരു യേശുവിനെ യേശു ഓബേദിനെ കിട്ടണമെങ്കിൽ, ഒരു ഈശായെ കിട്ടണമെങ്കിൽ, ഒരു ദാവീദിനെ കിട്ടണമെങ്കിൽ, ഒരു യേശുവിനെ കിട്ടണമെങ്കിൽ ഒരു ഹൈ ഡെഡിക്കേഷൻ ഉള്ള ഒരു രൂഥായിരിക്കും നമ്മൾ. ഞാനത് പിന്നെ ആവർത്തിക്കാം. ഇനി മൂന്നാമത്തെ കാര്യം, സൂപ്പർ ഡിസയർ. ഡിസയർ മീൻസ് ആഗ്രഹം. ഒന്നുകൂടി പറയാം. ഒന്ന് പറയാച്ചാ. ആ ചേച്ചി മയങ്ങിപ്പോയി, ക്ഷീണമായുണ്ട്. ഒന്ന് സ്ട്രോങ് ഡിസിഷൻ, സെക്കൻഡ് ഹൈ ഡെഡിക്കേഷൻ. അതുകൊണ്ട് സൂപ്പർ ഡിസയർ. ആർക്കാ? എന്താ സൂപ്പർ ഡിസയർ? വായിച്ചേ 2:7 വാക്യം പെട്ടെന്ന്. 2:7 വാക്യം. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കച്ചകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അടുത്ത വാക്യം. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വാക്യം. വീട്ടിൽ അല്പനേരമേ താമസിച്ചു. അകത്ത് ഒരു സൂപ്പർ ഡിസയർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കയ്യിൽ ഒന്നുമില്ലാതെ നിറഞ്ഞല്ല വന്നത്. എംറ്റി ആയിട്ട് വന്ന എനിക്ക് എൻ്റെ അധ്വാനത്താലും എൻ്റെ ശ്രമത്താലും എൻ്റെ ത്യാഗത്താലും എനിക്കൊരു നന്മ വെട്ടിപ്പിടിച്ച് പൊങ്ങണമെന്നുള്ള ഒരു സൂപ്പർ ഡിസയർ, ഒരു അശക്തമായ ആഗ്രഹം അവിടെ അകത്ത് പൊങ്ങി വന്നപ്പോൾ, ഇത് ഒരു കാര്യം പറയാം, ഈ മോവാബ് വന്നപ്പോൾ എന്തില്ലാതെ വന്നത്? ഉള്ള ആഗ്രഹമെല്ലാം കളഞ്ഞ്. ആഗ്രഹമില്ല. ആര് സഹായിക്കാൻ, ആര് താങ്ങാൻ, ആര് കൈത്തങ്ങ ചെയ്യാൻ ഡിസയർ ഒന്നുമില്ല. പക്ഷെ ബോവസിന്റെ വായിൽ ചവിട്ടി. എന്നിട്ട് പറഞ്ഞ ബെത്ലേഹേമിന്റെ
ബൗണ്ടറി കടന്ന് മോവാബിന്റെ ബൗണ്ടറി കടന്ന് ബെത്ലേഹേമിന്റെ അകത്ത് ചവിട്ടിയപ്പോൾ അവർക്കൊരു പുനർജീവൻ വന്നു. ബൗണ്ടറി വിട്ടപ്പോൾ മോവാബിന്റെ കെമോഷിന്റെ ബൗണ്ടറി വിട്ടപ്പോൾ അവന്റെ അതിരി വിട്ടപ്പോൾ ബന്ധദേശക്കാരെയും സാക്ഷക്കാരെയും പിതൃപാരമ്പര്യത്തിന്റെയും ആ ബൗണ്ടറി പൊട്ടിയപ്പോൾ അവിടെ അകത്തേക്ക് ഒരു ഹൈ ഒരു സൂപ്പർ ഡിസയർ ഒരു ശക്തമായ ആഗ്രഹം അവയെ പൊങ്ങി വന്നു. കരം തട്ടി രാത്രി പറയാ പിശാചിന്റെ അവയെ ബൗണ്ടറി എപ്പോൾ പൊട്ടുന്നു അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിയുടെ ആഗ്രഹം അവിടെ പൊങ്ങി വരികയാണ്. കൃപ കൃപ. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 11 അവസാനത്തെ വാക്യം 205 വയസ്സായപ്പോൾ തേരക് മരിച്ചു. അല്ലേ? എവിടെ വെച്ച് മരിക്കുന്നു? ഹാരാനിൽ വെച്ച് തേരക്. എത്രാമത്തെ വയസ്സാ? 205 വയസ്സ്. 12 അധ്യായത്തിൽ 1 വാക്യത്തിൽ പറയുന്നു, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തെന്നാൽ നീ നിന്റെ ദേശത്തെയും നീ നിന്റെ ചാച്ചക്കാരെയും നിന്റെ പിതൃപാരമ്പര്യത്തെ വിട്ടപ്പെടാണ് ഡിസയർ വരുന്നു, ആഗ്രഹം. നിന്നെ ഞാൻ വലിയൊരു അതുപോലെ എന്തില്ലായിരുന്നു ഇന്നലെ കിട്ടാത്തത് പിന്നെ ഇനി എന്താ മാത്രമായി. നല്ല കാലത്തൊന്നും നന്മ പ്രാപിക്കാൻ പറ ചാച്ചാൻ പറ. ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്കറിയാം അങ്ങനെ ഒരു ആഗ്രഹം. ഇപ്പം ആഗ്രഹം വന്ന് സ്വത്രം ചെയ്യുക. നല്ല കാലത്ത് 25 വർഷം കിടന്ന് സൗദി അറേബ്യ ജോയിൻ ചെയ്ത സമയത്ത് വല്ല മിച്ചം പിടിക്കാൻ നോക്കിയപ്പോൾ ഒന്നും ഇനി ഭരണത്തെ വെച്ച് കാണാം. പക്ഷെ ദൈവം പറയും ഇനിയാണ് ഇതിൻ്റെ കാലമെന്ന കാര്യങ്ങൾ അടിച്ച് ഓത്രം പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? നല്ല കാലത്തൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. 75 വയസ്സ് വരെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അബ്രഹാമിന്. 75ാമത്തെ വയസ്സ് ദൂത് വന്നു, നിന്നെ വലിയവനാക്കി മാറ്റിയ. എന്താ അർത്ഥം? ഊരിന്റെ ബൗണ്ടറി വിട്ട് വാഗ്ദത്ത ദേശമായ കനാന്റെ ബൗണ്ടറി കയറിയപ്പോഴാണ് നിന്നെ വലിയൊരു ജാതിയാക്കി ഞാൻ ഇന്ന് രാത്രിയിൽ പ്രവചിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. സാത്താന്റെ ചില ബൗണ്ടറിയെ ഇന്നയോ തികത്ത പൊട്ടിച്ചിട്ട് വാഗ്ദത്തത്തിന്റെ ചില ശ്രേഷ്ഠയിലേക്ക് നിന്റെ കാല് ചവിട്ടുമ്പോൾ തന്നെ മാതാപിതാക്കളെ കുഞ്ഞ് ആത്മാവിടപെടുന്നു. പഴയ ആഗ്രഹമല്ലോ, ഒരു പുതിയ ആഗ്രഹം പൊട്ടിക്കിളിക്കാൻ തുടങ്ങിയാണ്. ദൂത് മനസ്സിലാവില്ല? ആമേൻ പറയാമോ? ഉറക്കൊരു ആമേൻ പറയാം. ഞാൻ ആ ദൂതൊന്നും പ്രസ്ഥാപിക്കും. ഒന്ന് ബി സ്ട്രോങ്. ശക്തമായ ഒരു സ്ട്രോങ് ഡിസിഷൻ കിട്ടി. ദെൻ ഒരു ഹൈ ഡെഡിക്കേഷൻ കിട്ടി. 3 സൂപ്പർ ഡിസയർ കിട്ടി. ഞാൻ ചോദിക്കട്ടെ, ആഗ്രഹം ഉള്ളവർക്ക് മാത്രമേ ജീവിക്കാൻ തക്കവണ്ണം കൊതി വരത്തുള്ളൂ. ആമേൻ. ആഗ്രഹം ഇന്ന് രാത്രിയിൽ എവിടെയെങ്കിലും ആഗ്രഹങ്ങൾ ഉണങ്ങി ചാമ്പലായി പോയിട്ടുണ്ടെങ്കിൽ ഈ ദൂത് വെച്ച് വീണ്ടും ഒന്നുകൂടി സ്പാർക്കിംഗ് മെസ്സേജ് ആയിട്ട് കണ്ടോ. ഒരു ആത്മാവിൽ പോസിറ്റീവായി കണ്ടോ. ഒരു പ്രാവശ്യം കൂടി ആഗ്രഹത്തെ കർത്താവ് സഫലമാക്കാൻ പോവുകയാണ്. 3ാമത്തെ കാര്യം കഴിഞ്ഞു. 4ാമത്തെ വാക്ക് ഡീപ് ഡിസൈൻ. ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിന് ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ രൂപകൽപ്പന ചെയ്തു. വായിച്ചേ. അതിന് 2ാമത്തെ വാക്യം വായിച്ചു. 2ാമത്തെ വാക്യം. എന്നാൽ മോവാബി സ്ത്രീ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നു. ഒരു ഡിസൈൻ ഉണ്ടാക്കി, ഒരു രൂപരേഖ ഉണ്ടാക്കി. രൂപകൽപ്പന. ഡിസൈൻ എന്ന വാക്കിന്റെ അർത്ഥം രൂപകൽപ്പന അല്ലേ? എന്ത് കൽപ്പിച്ചു? ജയ്സ് പറ. ഇംഗ്ലീഷ് വാക്ക് ഡീപ് ഡിസൈൻ. ഡിസയർ അല്ല, ഞാൻ ഡിയിൽ വെച്ചാണ് തുടങ്ങിയ വാക്ക്. ഒന്ന് സ്ട്രോങ്, അടുത്ത് ഹൈ ഡെഡിക്കേഷൻ, സൂപ്പർ ഡിസയർ, ദെൻ ഡീപ് ഡിസൈൻ. അവൾ പറഞ്ഞു എൻ്റെ ഉയർച്ച വായിൽ നിന്നാണ് അമ്മാമയെന്ന്. സ്വതന്ത്രം ചെയ്യാമോ? എൻ്റെ ഉയർച്ച. അപ്പൊ അവൾക്ക് വയലെന്നോ ആരെ വയലെന്നോ ഏത് വയലെന്നോ ഈ നാട്ടുകാരാരെന്നോ പുതിയ സഹോദരിക്ക് പുതിയ ദേശത്തിൽ പുതിയതാണ്. അവൾ ആരെന്നറിയാത്ത, പക്ഷേ അവൾ വീട്ടിലിരുന്ന് ഒരു ഡിസൈൻ തയ്യാറാക്കി. നമുക്ക് ബൈബിളിനകത്ത് പലയിടത്തും സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. ജ്ഞാനമായുള്ളവൾ
ഒരു വീട് പണിതു. അവയ്ക്ക് 7 തൂണ് ഡിസൈൻ ചെയ്യുന്ന സഹോദരിമാർ. കൊതിയും നുണയും പറയുന്നത് സഹോദരിമാര് ഡിസൈനില്ല, ഡിസൈനുമില്ല. സ്വത്രം മനസ്സിലാകുന്നുണ്ടോ? എന്തില്ല? ഡിസയർ ഉണ്ടെങ്കിൽ മാത്രമേ ഡിസൈൻ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ അതിനെ കൂട്ടി യോജിപ്പിച്ചേ. നമ്പർ 1. അപ്പോൾ സ്ട്രോങ് ഡിസിഷൻ ഉള്ളവർക്ക് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇംഗ്ലീഷ് പദം പ്രസംഗിക്കാനല്ല, എനിക്ക് ആ സബ്ജക്റ്റ് കിട്ടാൻ കഴിയും. അങ്ങനെ നോട്ട് ചെയ്ത വാക്ക് ഒന്നിട്ട് പറഞ്ഞോ. സ്ട്രോങ് ഡിസിഷൻ ഉള്ളവർക്ക് മാത്രമേ ഹൈ ഡെഡിക്കേഷൻ ചെയ്യാൻ പറ്റൂ. ഹൈ ഡെഡിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ സൂപ്പർ ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റൂ. സൂപ്പർ ഡിസൈൻ ഉണ്ടവർക്ക് മാത്രമേ ഡീപ്പ് ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? ഒന്നിട്ട് പറയട്ടെ. ആഴമായ തീരുമാനം. 2, ആഴമായ സമർപ്പണം. 3, ശക്തമായ ആഗ്രഹം, ശക്തമായ ഒരു രൂപകൽപ്പന. ഇത് ഉള്ളവർ മാത്രമേ 2026 അതിന് നേട്ടം വെട്ടിയെടുക്കത്തുള്ളൂ. ഇതിന് എല്ലാം കിട്ടിയത് മോവാബിൽ നിന്നപ്പോൾ. മോവാബിൻ്റെ കെമോസ് എന്ന പിശാചിൻ്റെ പേരെന്തുവാ? കീഴടക്കുന്ന കെമോസ്. അപ്പോൾ കെമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ആഗ്രഹം പൊങ്ങി വന്നാൽ, ഒരു പ്ലാൻ തയ്യാറാക്കിയാൽ അതിനെ ഒരിക്കലും പൂർത്തിയെത്തിക്കുവാൻ ഈ കെമോസ് എന്ന പിശാച് അനുവദിക്കത്തില്ല. പക്ഷേ മോവാബിന്റെ ബൗണ്ടറി വിട്ടു. ദൈവത്തിന്റെ സന്തോഷത്തിന്റെ സ്ഥലമായ ബെത്ലേഹേമിൽ വന്നപ്പോൾ ഇതാ ഡിസയർ ആരംഭിച്ചു. ആഗ്രഹങ്ങൾ പൊങ്ങി വരാൻ തുടങ്ങി. അതിനു വേണ്ടി ആ ആഗ്രഹം സഫലമാക്കാൻ ഓരോ രൂപകൽപ്പന ചെയ്തു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ഇനിയാണ് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ആകുന്നത്, ഇനിയാണ് നമ്മുടെ അഡ്രസ് വരുന്നത്, ഇനിയാണ് നമ്മൾ ഉയർച്ച സമയം എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ അടിച്ച വെളിപ്പാടിനെ അതുപോലെ ഏറ്റെടുക്കാം. സ്തോത്രം, 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 സ്തോത്രം. കത്തട്ടെ സാത്താന്റെ കെട്ടുകൾ പോട്ടെ. സ്തോത്രം. അതാണ് 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലായി. ഞാൻ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ വാക്കും ഓരോ ദിവസം വെച്ച് പ്രസംഗിക്കേണ്ട സബ്ജക്റ്റാണ്. ഞാൻ ഇത് ഈ മാസം സ്റ്റോപ്പ് ചെയ്യാൻ ഗതിയാണ് വാക്ക് അങ്ങനെ പോകുന്ന വാക്ക്. അവിടെ ഓർത്തോണം, ഈ സൂപ്പർ ഡീപ്പ് ഡിസൈൻ ചെയ്തു, രൂപകം ചെയ്തു. ഇത് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി വയലിൽ നിന്ന് മാത്രമേ അവിടെ ഉയർച്ച വരൂ. ഈ വയൽ എന്തിനെ കാണിക്കുന്നു? സഭ. വയലെന്താണ്? തോട്ടം, വയല്, ഇതെല്ലാം എന്താണ്? സഭയെ കാണിക്കുന്നു. നമ്മുടെ ഉയർച്ചയും വയലിൽ നിന്നാണ്. ഓർത്തോണം, ഇവർക്ക് വയലെന്തെന്ന് അറിയത്തില്ല. പള്ളിയും ചർച്ചും പാസ്റ്ററും വിശ്വാസിയും പുരോഗമനൊന്നും ഇവക്കറിയത്തില്ല. പക്ഷെ അവൾ വീട്ടിൽ നിന്ന് പറയുന്നു, ഒന്നുമില്ലാതെ വന്ന വിധവയായ എൻ്റെ അമ്മായിമ്മയും വിധവയായ ഞാനും ആരായി ഞങ്ങൾ ആശ്വസിപ്പിക്കാനുള്ളത്. പക്ഷെ വീടിനകത്തിരുന്ന് അവൾ ആഗ്രഹത്തിന് ഭാഗെ പരിശുദ്ധാത്മ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, നിന്റെ ഉയർച്ച രൂത്തേ വയലിൽ നിന്ന് ആരംഭിക്കുകയാണ്. അവൾ വീട്ടിനകത്തിരുന്നു കൊണ്ട് ഡിസൈൻ തയ്യാറാക്കി. എൻ്റെ ഉയർച്ച സ്റ്റാർട്ട് ചെയ്യുന്ന വയലാണ്. ഈ രാത്രി ഞാൻ പ്രവചിച്ചു പറയാ, വയലില്ലയോ ആഗ്രഹം സഫലമാകില്ല. വയലില്ലയോ നിന്റെ ഉയർച്ച ഇല്ല. വയലില്ലയോ നന്മ സ്റ്റോപ്പാണ്. പക്ഷെ വയലുണ്ടോ? ആ വയലിന്റെ അകത്ത് നിന്നോട് രൂത്തിന്റെ ഉയർച്ച ആരംഭിച്ചുവെങ്കിൽ എന്റെ നിങ്ങളുടെ ഉയർച്ച ആരംഭിക്കുന്നത് ഈ വയലിന്റെ അകത്ത് നിന്നാണ്. സ്തോത്ര. ഞാൻ വേഗത്തിൽ ആ ഭാഗം പ്രാർത്ഥിക്കാനാക്കിയിരുന്നു. 5-ാമത്തെ കാര്യം, ഡിപ്ലോമാറ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞേ. നയതന്ത്രപരമായ വാക്ക്. ഡിപ്ലോമാറ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം നയതന്ത്രമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയത്തിൽ കൂടെ കാര്യങ്ങളെ ക്രമീകരിക്കും. ഞാൻ നിങ്ങൾക്ക് ബോധ്യം തരാം. വായിക്കാം. 3-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ. ദൈവമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓൺലൈനിരിക്കുന്നവർ എൻ്റെ മൂത്തേക്ക് ഒരു അല്ലൊരു പറഞ്ഞേ. സ്തോത്രം. ഗ്രഹിക്കുന്നുണ്ടോ ദൂത്? ഓക്കെ, വെരി ഗുഡ്. സ്തോത്രം. ഗ്രഹിക്കാൻ വായിച്ചേ. 3-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന്
അവന്റെ കാലിന്മേലുള്ള പുതപ്പ് പോക്കി അവിടെ കിടന്നുകൊള്ളുക. ഡിപ്ലോമാറ്റിക് അത് നോക്കണം, ഡിഫറെന്റ് ഡിപ്ലോമാറ്റിക് നയതന്ത്രപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്ലാൻ. വായിച്ചോ. എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും. അതിന് അവൾ, നീ പറയുന്നതൊക്കെ ഞാൻ ചെയ്യാമെന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ കളത്തിൽ ചെന്ന് അമ്മായിയമ്മ കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തു. നോക്കണം, നയതന്ത്രപരമായി. അത് ഇംഗ്ലീഷ് വാക്ക് ഡിപ്ലോമാറ്റിക്. ഒരു ഇംഗ്ലീഷ് മേലെ കിടക്കട്ടെ അല്ലേ സിസ്റ്റർ? ആൻറ്റി പറ, ആൻറ്റി ഒരു വാക്ക് പറ ആൻറ്റി. ബിമ്മേരി ആൻറ്റി പറ ആൻറ്റി. ആൻറ്റി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോദരൻ എന്താണ്? എങ്ങനെയാണ് ഡിഫറൻറ്റ്, അങ്ങനെ വേണം, വ്യത്യസ്തമായ ഒരു നയതന്ത്രജ്ഞ അവൾ എന്ത് ചെയ്തു? ഉണ്ടാക്കിയെടുത്തു. ഓർത്തോണം, അല്ലൊരു സ്തോത്രം ഗ്ലോറി ബ്ലഡ് എന്ന് പറഞ്ഞ് നടക്കല്ലേ കേട്ടോ. നമുക്ക് ഇരുന്ന് ഒരു പ്ലാൻ തയ്യാറാക്കണം. എങ്ങനെ തയ്യാറാക്കണം? എനിക്ക് ഉദാഹരണം എടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ നമ്മൾ ഇന്ന് നിർത്താം. നമ്മൾ ടൈം മതി. രാവിലെ തൊട്ടേ വന്നവരാണ് പാവം. സ്തോത്രം, പ്രൈസ് കാൽ. അതുകൊണ്ട് എനിക്ക് അത് ബുദ്ധിയോടെ ഞാൻ ചെയ്യാണ്. എന്താ പറയുക വാക്ക്? നയതന്ത്രജ്ഞപരമായിട്ട്. അതിൻ്റെ വാക്ക് ഓർത്തോണം, 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം തുടർന്ന വാക്യമുണ്ട്. അപ്പോൾ ആ നയതന്ത്രപരമായി, അതുകൊണ്ട് അതുപോലെ തന്നെ ഈ എസ്തേറും നയതന്ത്രപരമായിട്ടൊരു പോക്ക് പോയി. എങ്ങോട്ടാ? സാധാരണ നേരത്തെ പെർമിഷൻ എടുത്തിട്ട് വേണം അഹശ്വേരോശ് രാജൻ്റെ അടുക്കൽ പോകേണ്ടത്. പക്ഷെ പുള്ളിക്കാരി എന്തോ പ്രാർത്ഥിച്ചപ്പോൾ നയതന്ത്രപരമായ ഡിപ്ലോമാറ്റിക് ഒരു മൈൻഡ് പുള്ളിക്കാരി വന്നു. പുള്ളിക്കാർ ചാടി കയറി അങ്ങ് പോയപ്പോൾ അങ്ങേര് ഞെട്ടിപ്പോയി. കാര്യം ഇന്നവരെ ആരെങ്കിലും എൻ്റെ ഓഫീസിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്ത് ടൈം പറഞ്ഞ് ചോദിച്ചിട്ട് വരത്തുള്ളൂ. അപ്പോൾ ചാടിക്ക് എന്താ എസ്തര ചാടിക്ക് വരാൻ കാരണം? നയതന്ത്രപരമായിട്ടുള്ളത്. അവിടെ ദിവസങ്ങൾ ഈ ആഴ്ച മൊത്തം നമ്മുടെ ബ്രെയിനിനോട് കൽപ്പിക്കാം, ഡിപ്ലോമാറ്റിക് മൈൻഡ് എൻ്റെ അകത്ത് പറ. അല്ലാതെ തരുമ്പ് വാങ്ങാം. സത്യം പറഞ്ഞാൽ നമ്മൾ ശവപ്പെട്ടിക്കകത്ത് കിടന്നാൽ പോലും സാധനം കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ പ്ലാൻ തയ്യാറാക്കണം. നയതന്ത്രപരമായിട്ട് വല്ലം ദൈവത്തിൽ നിന്നും പ്രാപിച്ചെടുക്കത്തക്കവണ്ണം. അതുകൊണ്ടാണ് ഈ കനാന്യ സ്ത്രീ നയതന്ത്രപരമായിട്ടൊരു പദ്ധതി ഉണ്ടാക്കി. എന്തോ പറഞ്ഞു പറ? കനാന്യ സ്ത്രീ യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടി ഇട്ടുകൊടുക്കുന്നത്. ഇവിടെ നയതന്ത്രപരമായിട്ട് ദൂത് പറഞ്ഞു. മറുപടി എന്താ? നമ്മളാണെങ്കിൽ പറഞ്ഞു, എന്നെ അങ്ങേര് നായെന്ന് വെച്ച് പട്ടിയെന്ന് വിളിച്ച്, ഇനി അങ്ങേരും വേണ്ട, അങ്ങേരെ സ്വത്രവും വേണ്ട, അങ്ങേരെ വിടുതലും വേണ്ട, ഞാൻ ഇതാ പോകുന്ന പറയട്ടെ. ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്ത് നിങ്ങൾ ബാക്കി പറ. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ഈ പട്ടണത്തിൽ എന്തെല്ലാം മോശമായിട്ട് പറയാമോ അത് മൊത്തം എന്നെ അങ്ങേര് ഇവിടെ പോയി പട്ടിയെന്ന് വിളിച്ചെന്ന് പറയും. ഇവിടെ നയതന്ത്രപരമായി ഇതൊക്കെ ഞാൻ ഒരിക്കൽ പ്രസംഗിക്കാം. നിയോഗം വരുന്ന സമയത്തൊക്കെ നിയോഗത്തോട് കിട്ടുന്ന സ്വാതന്ത്ര്യം. ഇവിടെ നയതന്ത്രപരമായി പറഞ്ഞ കർത്താവെ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ, എങ്കിലൊരു കാര്യം ചെയ്യും. നായ്ക്കുട്ടികളും യജമാനൻ്റെ മേശയുടെ മേളിൽ നിന്ന് വിടുന്ന നുറുക്ക് കഴിച്ച് ജീവിക്കുന്ന നയതന്ത്രജ്ഞപരമായി ഡിപ്ലോമാറ്റിക്കായിട്ട്. ഏകദേശം മനസ്സായോ? അതപ്പം ജ്ഞാനം, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, പരിജ്ഞാനത്തോടെ ചില കാര്യങ്ങൾ അവകാശമാക്കണം. സാധനമുണ്ടോ? ചിലർ കരഞ്ഞ് സാധിക്കും. ഞാൻ നോക്കിയിട്ട് ഇതെങ്ങനെ കണ്ണിൽ കൂടി കണ്ണുനീര് വരുന്ന ഒരു പിടുത്തം, അത് ഒരു ഡിപ്ലോമാറ്റിക്കായിട്ട് മൈൻഡാണ്. സ്വത്രം നമ്മുടെ ചിത്രശാസ്ത്രം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞേനെ നയതന്ത്രജ്ഞപരം സ്വത്രം അടിച്ചു മാറ്റി സാധനം സ്വത്രം ഭയങ്കര നയതന്ത്രജ്ഞപരമായി. ഞാൻ പറഞ്ഞ അർത്ഥം ഇവിടെയാണ് എൻ്റെ വെളിപ്പഴക. ഞാൻ തോന്നില്ല. അപ്പോൾ ഒന്നാമത്തത് വാക്ക് സ്ട്രോങ് ഡിസിഷൻ, രണ്ടാമത്തെ ഹൈ ഡെഡിക്കേഷൻ, 3 സൂപ്പർ ഡിസൈൻ, 4 ഡീപ്പ് ഡിസൈൻ, 5 ഡിഫറെന്റ് ഡിപ്ലോമാറ്റിക് മൈൻഡ്. 5 വാക്ക് 6 വാക്ക് അവക്ക് ഡെവലപ്മെന്റ്, ഏറ്റവും ഡീപ്പായിട്ടുള്ള ഡെവലപ്മെന്റ്. വായിക്കാം 4-11 വാക്യം. 4-11. നിങ്ങൾ ചോദിക്കുക, പാസ്റ്റർ എവിടെയോ ഇത് നോട്ട് കണ്ടുപിടിച്ചാണ്. ഞാൻ ഒരു നോട്ട് വല്ല ബൈബിൾ നോട്ടാണ് എനിക്ക് ദൈവം വെളിപ്പാടുന്ന വായിച്ച 4-11 വാക്യം വായിച്ചു. പട്ടണവാതിക്കലിരിക്കുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. അടുത്ത വാക്യം. നിന്റെ വീട്ടിൽ വന്നു കയറിയിരിക്കുന്ന സ്ത്രീ രൂത്ത് യഹോവ റാഹേലിനെ പോലെയും ലേയായെ പോലെയും ആക്കട്ടെ. അടുത്ത വാക്യം. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിത്. ഡെവലപ്മെന്റ് മൈൻഡ്. പണ്ട് 2 പേരുണ്ടായിരുന്നു, ലേയയും റാഹേലും ഉണ്ടായിരുന്നു. 3-ാമത്തെ ഒരു ഡെവലപ്മെന്റ് മൈൻഡുള്ള
ഒരു പെൺകുട്ടിയെ കൂടെ നമ്മുടെ കുടുംബം തന്നു. ബോവസേ, നീ കൈയും കണ്ണും അടച്ച് സ്വീകരിച്ചോ. അവിടെ അകത്ത് ഡെവലപ്മെന്റ് മൈൻഡ് ഉണ്ട്. കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഏകദേശം ഐഡിയ കിട്ടിയവർ സ്വന്തം പറഞ്ഞേ. ഞാൻ നിങ്ങളിത് കാണാതെ പഠിക്കണം. ഞാൻ ഇനിയും ചോദിക്കും. ചിലപ്പോൾ നാളെ CAക്ക് തന്നെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഞാൻ ബിമ്മേരി ആൻറ്റിയുടെ ആയിരിക്കും ചോദിക്കും. സ്വോത്രം പെയ്യുക. ആൻറ്റി ഇന്നെങ്കിലും പോയിരുന്നു ഓർന്ന് പഠിക്കട്ടെ. സ്വോത്രം പെയ്യുക. രാമൻ പറഞ്ഞ സ്വോത്രം പെയ്യുക. എവിടെ അകത്ത് എന്തുണ്ടായിരുന്നു? ഒരു പുരോഗമന പറഞ്ഞേ, ഒരു വികസന മൈൻഡ് ഉണ്ടായിരുന്നു. അല്ലേ? കാര്യം മനസ്സിലാകുന്നുണ്ടോ? ജേസിന് മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ കാണാൻ പഠിച്ച് തലയണടയ്ക്ക് വെച്ചിട്ടൊന്ന് ഉറങ്ങല്ലാണ് സ്വോത്രം. ഇതൊക്കെ പോയിരുന്നു പഠിച്ച് ദൈവത്തിൽ നിന്നും ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ച് ഈ ഡെവലപ്മെന്റ് ഒക്കെ ദൈവത്തിൽ വാങ്ങണം. അപ്പോൾ ഇവിടെ അകത്ത് എന്തുവായിരുന്നു? പട്ടണവാഗ്രിക്കുന്ന അച്ചാച്ചമാര് പറയുന്നു, മോനെ നമുക്ക് പണ്ടൊരു അമ്മയുണ്ടായിരുന്നു. അവരുടെ പേര് ആരാണ്? ലേയാണ്. രണ്ടാമത്തെ റാഹേൽ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരുമാണ് ഇസ്രായേൽ ഗ്രഹം പണിയാൻ സ്വർഗ്ഗം ഉപയോഗിച്ച രണ്ട് മാതാക്കൾ. പക്ഷെ അവർ നമ്മെ വിട്ടുപോയ സ്ഥാനത്ത്, അവരുടെ സ്ഥാനത്ത് ദൈവം നമുക്ക് തന്നു ഒരു മോവാബി സ്ത്രീയാണെങ്കിലും പക്ഷെ അവിടെ അകത്തൊരു വികസന മൈൻഡ് ഉണ്ടായിരുന്നു. അവക്ക് നിഷ്കളങ്കന മനോഭാവമാണ്. അവ ശുദ്ധഹൃദയത്തിന്റെ ഉടമസ്ഥയാണ്. അവ ഏറ്റവും നല്ല സ്വഭാവ ഉടമസ്ഥയാണ്. അതുകൊണ്ട് അവക്ക് വേണമെങ്കിൽ അവളുടെ ഭർത്താവ് മരിച്ചപ്പോൾ അവക്ക് വേറെ ഭർത്താക്കം നോക്കി പോകാമായിരുന്നു. പക്ഷെ അത് പോകാതെ അവൾ അമ്മായിയമ്മയോട് ചെയ്യുന്നുവെങ്കിൽ അവക്ക് രക്ഷപ്പെടണം. അവൾ അമ്മായിയമ്മയെ രക്ഷപ്പെടുത്തണമെന്നുള്ള ഒരു ഡെവലപ്മെന്റ് മൈൻഡ് ഉള്ളത് കൊണ്ടാണ് അവൾ പിരിഞ്ഞു പോകാതെ പിടിച്ചത്. എങ്കിൽ പിന്നെ ഓർപ്പ പോയതുപോലെ അവക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. ഓർപ്പയ്ക്ക് എന്തില്ല? പുരോഗമന മൈൻഡൊന്നും. അതുകൊണ്ട് പറഞ്ഞു, എൻ്റെ ബോവസേ, നീ കണ്ണുമടച്ച് അവൾ എന്ത് ചെയ്യണം? നിനക്ക് എന്നേക്ക് അവളെപ്പോഴും ആരായിരിക്കും? ഒരു അഡ്രസ് ഉള്ളവരാക്കി മാറ്റും. ഇനി 7-ാമത്തെ വാക്യം, 4-ാമത്തെ 15-ാമത്തെ വാക്യം വായിക്കാമോ? അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും. 7-ാമത്തെ പോയിന്റ് പറഞ്ഞു ഡിലൈറ്റ്സ്. ഡിലൈറ്റ്സ് എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞേ, ആനന്ദവും ആശ്വാസവും ആമയായിരിക്കും. അപ്പൊ ഞാൻ ഡി വെച്ചാണ് 7 കാര്യം ഞാൻ ദൈവ മക്കൾ ബോധിപ്പിച്ച വാക്ക് നിങ്ങളുടെ അകത്തിരിക്കാൻ തക്കണം. 1 പറ വേഗത്തിൽ. സ്ട്രോങ് ഡിസിഷൻ. 2 ഹൈ ഡെഡിക്കേഷൻ. ദെൻ സൂപ്പർ ഡിസൈൻ. അടുത്ത വാക്യം മൈൻഡ്. അടുത്ത ഡിലൈറ്റ്സ്. അവക്ക് എന്തുണ്ടായിരുന്നു? അവക്കും ആനന്ദമുണ്ട്, അവൾ നിമിത്തം അനേകർക്കും. എന്നിട്ട് നമുക്ക് ആ വാക്യം ഒന്നുകൂടി പഠിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വായിക്കാം. 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. സ്തോത്രം. ഫേറസിന്റെ വംശപാരമ്പര്യമാവിത്. ഫേറസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ രാമിനെ ജനിപ്പിച്ചു. രാം അമ്മിനദാബിനെ ജനിപ്പിച്ചു. അമ്മിനദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ സൽമോനെ ജനിപ്പിച്ചു. സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശ്ശായെ ജനിപ്പിച്ചു. ഇശ്ശായി ദാവീദിനെ ലഭിച്ചു. നോക്കണം, അവക്കൊരു കില്ലിയോല് നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് അവിടെ ഗ്രഹത്തിനകത്ത് ആര് വന്നു? ഒരു ബോവസിന് ഓബേദ് വന്നു. ഓബേദിൽ കൂടെ ഈശായി വന്നു. ഈശായി കൂടെ ദാവീദ് വന്നു. ദാവീദ് കൂടെ 5-ാം തലമുറക്കാരനായ യേശു വന്നുവെങ്കിൽ ആ ഗ്രഹത്തിനകത്ത് ഒരു അവൻ മോവാബി സ്ത്രീയായ ആമേ ഭർത്താവ് മരിച്ചുപോ ദുഃഖം സഹിച്ച് കരഞ്ഞ പ്രിയപ്പെട്ടവരുടെ കൂടാരത്തിനകത്ത് ഒരു സന്തോഷവും ഒരു ആനന്ദം വെളിപ്പെട്ട് വന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രവചനാത്മാ വിളിച്ചു പറയാ, ഏതെല്ലാം കണ്ണുനീര് ഏതെല്ലാം ദുഃഖം സഹിച്ചാലും ഓർത്തോണ് അടുത്ത് പ്രസവിക്കാൻ പോകുന്നത് ഒരു ശ്രേഷ്ഠമായ നന്മയാണ്. അടുത്തു വരാമെന്ന അവകാശം ഏറ്റവും അത്യുത്തമമായ നന്മയാണ്. അടുത്തു വന്ന നന്മകളെല്ലാം ശ്രേഷ്ഠമായ നന്മയാണ്. വിശ്വാസത്തോടെ കരമടിച്ചു പറയാ, മോശേ നീ എന്റെ കുടുംബത്തെ കുളമാക്കിയെങ്കിൽ മറ്റൊരു ദൈവം എനിക്കുണ്ട്. ആമേ സകലത്തെ സൃഷ്ടിച്ചവനായ സർവ്വാധികാരിയായ പിതാവും ദൈവവും പുത്രനായ യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ആമേ കുലത്തിനകം നിൽക്കാൻ തക്കവണ്ണ ഒരു ആമേ മോവാബി സ്ത്രീയായ എനിക്ക് ദൈവം ഭാഗ്യമെന്ന് സാത്താന്റെ അതിര് വിട്ട് സാത്താന്റെ പദ്ധതി വിട്ട് അവൻ മുടിക്കുന്ന പിശാചിന്റെ അവൻ പ്ലാൻ വിട്ട് പണിയുന്ന ദൈവത്തിന്റെ ആ ബൗണ്ടിലോട്ട് ചാടി കയറിയതാണ് എൻ്റെ ഉയർച്ചയ്ക്ക് ഏറ്റവും കരുത്തു വന്നത്. കാര്യങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാമോ?
ആ ദൂതൻ്റെ ആഴം മനസ്സിലായല്ലോ. നമുക്കൊന്ന് എഴുന്നേൽക്കാമോ? നമുക്കൊന്ന് ദൈവം സമർപ്പിക്കാമോ? എന്ന് ദൈവസന്നിധി പറയാം, കർത്താവേ, ഞാൻ ഇത്രയും ഡീപ്പായൊരു മെസ്സേജ് എനിക്ക് ലഭിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് രാത്രിയിൽ എത്രയോ പ്രാവശ്യം നാം രൂത്തിന്റെ പുസ്തകം വായിച്ചു, എത്രയോ ദിവസം നാം ഇതിൻ്റെ വെളിപ്പാട് നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്തു. പക്ഷേ ഇന്ന് രാത്രിയിൽ ഈ 6ാമത്തെ മാസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നമ്മളോട് ആ ഇടപെട്ട വെളിപ്പാട് ശക്തമായ ഓർത്തോണ്ട് നമ്മൾ സബ്ജക്റ്റ് പുതപ്പാണ്. പുതപ്പിലോട്ട് വന്നിട്ടില്ല. കർത്താവ് അനുവദിച്ച നാം വിശുദ്ധ സഭാരനയ്ക്ക് നാം ആ വിഷയത്തെ സംസാരിപ്പാൻ ഞാൻ ദൈവത്തിനെ ആഗ്രഹിക്കുന്നു. നമുക്ക് ആത്മാവിൽ പറയാം, കർത്താവേ, ഇനി എൻ്റെ കുലത്തിനകത്ത് ഖേമോശ് എന്ന പിശാച് വരരുത്, എൻ്റെ കുടുംബത്തിൽ നിന്ന് മൂലക്ക് എന്ന പിശാച് വരരുത്. ഇതിൻ്റെ കെട്ടിൽ ഇന്ന് രാത്രി അഴിച്ചതിൻ്റെ പദ്ധതിയാണ്. നാം 7 കാര്യം ദൈവത്തിനെ പഠിച്ചു. അവസാനത്തെ വാക്ക് ഡിലൈസ് എന്നാണ്. ആനന്ദവും സന്തോഷവും ദൈവാത്മ പകർന്നു. ഈ രാവിലെ സമയം, ഈ രാത്രിയിൽ എല്ലാം കണ്ണുമടച്ചു പറയാ, ഇനി എൻ്റെ ഗ്രഹം ദുഃഖത്തിൻ്റെ ഗ്രഹമല്ല, എൻ്റെ ഗ്രഹം ഇനി വിലാപത്തിൻ്റെ ഗ്രഹമല്ല. സങ്കീർത്തനം പറയുന്നു, അവൻ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്നെ രട്ടടിച്ച് സന്തോഷിപ്പിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഈ ഡിവേഷനകത്തിരിക്കുന്ന ദൈവമക്കളോട്, ആ ലയത്തിരിക്കുന്ന ദൈവമക്കളോട് പൂർണ്ണമായിട്ടോ ഭാഗ്യമായിട്ടോ ഉപവസ ദൈവമക്കളോട്, ഈ ദൂതുകൾ കേൾക്കുന്ന വിദൂരയിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ ദുഃഖിക്കുന്ന കാലം കഴിഞ്ഞുപോയി. ഇതാ ഡിലൈറ്റ്സ് വന്നു, ആനന്ദം വന്നു. പ്രൈസ് ഗോഡ്. ഓ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിൽ സിന്ധു സമാനമ സന്തതം കാണുന്നു ഞാൻ. ഓ, അതു ചിന്തയിൽ സിന്ധു സമാനമ സന്തതം കാണുന്നു ഞാൻ. ഓ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ, ശബലബദബദബദിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ, ആയിരം നാവുകളാൽ അതു വർണ്ണിപ്പതിനെഴുതോ, ആയിരം നാവുകളാൽ അതു വർണ്ണിപ്പതിനെഴുതോ, 10,000 ചൊല്ലിടും പാരില സാധ്യമോ, 10,000 ചൊല്ലിടും പാരില സാധ്യമോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. നിൻ മക സ്നേഹമതിൻ ഹിതമാർക്കു ഗ്രഹിച്ചറിയാം. ദൈവമേ, നിൻ മക സ്നേഹമതിൻ ഹിതമാർക്കു ഗ്രഹിച്ചറിയാം. എനിക്കാവതില്ലേ ബഹുലമത്, എനിക്കാവതില്ലേ അതിനാഴമത്, നീടാനെത്ര ബഹുലമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ, എന്തതിശയമേ ശബലബദനം ശബലധനമം ശബലത്ര മനോഹരമേ. ഓ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഓ, എന്തതിശയം ശബലഗജന ശബലം എത്ര മനോഹരമേ. ഓ, എന്തതിശയം ശബലം ധനമം ശബലം ധനമം ശബനം ശബലം ധനമ തിരമാടമനം ശബലം ധനം ശിവനം ശബദീം ശബലം ശബലം ധനം ശിവനം ധനമ ശകന ഓ, ശിവനം
ശമനാധികന ജഗന അടദാധികനം ശമലമചിന അടദാധികന ശമനാചിന അടദാധികന ശിവനാചിന അടദാധികന ശക്തിയോടെ ജയം തന്ന ദൈവത്തിന് അവൻ ദൈവത്തിന് അടബാ ജഗന ദൈവത്തിന് കരമടിച്ച് ആത്മാവിന്റെ അന്യഭാഷയോടെ അവൻ ജയന്ത ദൈവത്തെ സ്തോത്രം പറയാ. അങ്ങനെ